ആ കോലത്തിൽ അല്ലാഹു തആല അങ്ങനെ വെറുതെ വിടൂല. ഇടക്കിടക്ക് ഓരോ പരീക്ഷണം വരും. പരീക്ഷണം വരുമ്പോൾ എന്താവും, യഥാർത്ഥ യഖീനുള്ള ആൾ ആരാണെന്ന് അന്ന് തെളിയും, മുനാഫിക്ക് ആരാണെന്ന് തെളിയും, യഖീൻ കുറഞ്ഞ ആളുകൾ ആരാണെന്ന് തെളിയും. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എന്തെങ്കിലും ഒരു ഫിത്ന അല്ലെങ്കിൽ ഒരു പരീക്ഷണം ഒന്നും വേണ്ട. ഇപ്പം ബഹുമാനാലിമ്യങ്ങളുടെ ഒരു ബഹുമാനാതെല്ലാം പറഞ്ഞ് കുറേ കാലം എന്തെല്ലാം കൊണ്ടുനടന്ന ആളുകൾ ഇപ്പം ഗ്രൂപ്പിസ് വന്നപ്പോൾ എന്തായി, പഠിപ്പിച്ച ഉസ്താദന്മാർക്ക് അതിനെ കടഞ്ഞ ശത്രുക്കളായി മാറിയില്ലേ. അപ്പം ഇത്ര കാലം വെച്ച് വരുത്തി ശത്രുതയാണെന്ന് ഇപ്പം തിരിഞ്ഞല്ലോ. അങ്ങനെ പലതുണ്ട്. അപ്പോൾ മുഅ്മിനീങ്ങളുടെ ഇടയിൽ അപ്പം നമ്മളെന്താക്കും, ഗൈബ് മനസ്സിലാക്കാൻ കഴിയുന്നവരുണ്ടല്ലോ. അപ്പം ഈ പരീക്ഷണങ്ങളിൽ കൂടി എന്താക്കും, നമുക്ക് ഗൈബിൻ്റെ മുകളിൽ ഒരു അറിവ് കിട്ടും എന്ന് പറയും. അതാണിപ്പോൾ ചുരുക്കത്തിൽ മാ കാന അല്ലാഹു ലിയദറൽ മുഅ്മിനീന അളന്താക്കി മുരീദൻ എന്ന് കൂട്ടിക്കൊടുത്തു. ഇതിന് കാനൻ്റെ ഒരു ഖബർ വേണ്ടേ. അപ്പോൾ മാ കാന അല്ലാഹു മുരീദൻ ലിയദറ എന്ന് പറഞ്ഞാൽ ലിഅൻ യത്റുക്കൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളെ അല്ലാഹു തആല അങ്ങനെ തന്നെ ഉപേക്ഷിക്കാൻ. ഇങ്ങനെ അലാമാ അൻതും അലൈഹി, എന്തിൻ്റെ മേലിലാണോ നിങ്ങൾ ഇപ്പോൾ ഉള്ളത് അതിൻ്റെ മേലായിക്കൊണ്ട് തന്നെ അങ്ങ് വിട്ടേക്കാം. അങ്ങനെ അല്ലാഹു ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അൻതും അലൈഹി എന്ന് പറഞ്ഞ അൽ ഖിതാബു ലിആമ്മത്തിൽ മുഖ്ലിസീന വൽ മുനാഫിഖീന ഫി അസ്രിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മുഖ്ലിസീങ്ങളുണ്ടായിരുന്നു, മുനാഫിക്കുകളുണ്ടായിരുന്നു. എല്ലാവരും അടങ്ങുന്ന ഒരു സമൂഹത്തിനോടാണ് എന്താക്കുന്നത്, അലാമ അൻതും അലൈഹി, മോമിനിയങ്ങളോട് മാത്രമായ മോമിനിയങ്ങളിൽ നിന്നും. അപ്പം കൂട്ടത്തിൽ മുനാഫിക്കുണ്ട്. എല്ലാവരോടും ഉൾക്കൊള്ളുന്നതാണ്. എന്നിട്ട് എന്താക്കും, ഒരവസരത്തിൽ യഥാർത്ഥ മോമിൻ ആരാന്ന് വേർപെടുത്തും, മുനാഫിക്ക് ആരാണെന്ന് വേർപെടുത്തും. അപ്പോൾ ഖന്തക്ക് യുദ്ധം വന്നപ്പോൾ എന്തുണ്ടായി, അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുമെന്ന് പറഞ്ഞിട്ട് ഉറച്ചിരുന്ന ആളുണ്ട്. എന്താണ് യഖൂലുൽ മുഅ്മിനൂന മാ വഅദനല്ലാഹു ഇല്ലാ ഈമാനൻ വ തസ്ലീമ. ഒരു കൂട്ടർ എന്താക്കി, എന്ത് സഹായം ഈ ഘട്ടത്തിൽ സഹായിക്കുന്നില്ല, പിന്നെ എന്തിന് ഇത് കളവ് നിന്നാന്ന് ഒരു കൂട്ടർ പറഞ്ഞു. അത് മുദ്രിക്കാൻ വേണ്ടി പുറത്തിറങ്ങാനാകില്ല. എന്നിട്ട് കിസറിൻ്റെയും മാളികയും കൈസറിൻ്റെ മാളികയും പിടിച്ചടക്കുമെന്നാണ് പറയുന്നത്. എന്ത് അപ്പം അന്ന് വേർതിരിഞ്ഞു. അതാ ഹത്താ യമീസൽ ഖബീസ മിന ത്വയ്യിബി, തയ്യിബിനെയും വിട്ടിട്ട് ഖബീസിനൊന്ന് വേർതിരിക്കണം. അപ്പം തയ്യിബാരായിരിക്കും യഥാർത്ഥത്തിലുള്ള മുത്തഖീങ്ങളും മുഖ്ലിസീങ്ങളുമായ ആളുകൾ. ഖബീസോ മുനാഫിഖ്, അതൊന്ന് വേർതിരിയും. അതാ മാസ, അത് മാസ യമീസു എന്ന് പറയില്ലേ, ഹത്ത യമീസ, ആ മുലാരിയുടെ മാതിരിയാണ് മാസ ശൈഅ, ഒരു സാധനത്തിനെ വേർതിരിച്ചു എന്ന് പറയുന്നത്. മയ്യസ, അതിനെ മയ്യസ, ഇത് മാസ ശൈഅ മൈസൻ. പക്ഷേ ആ മാസാൻ്റെ മസ്തർ മാസ ശൈഅ മൈസൻ എന്ന് പറഞ്ഞാൽ അസലഹു, അതിനെ മാറ്റി നിർത്തി, വഅഫ്റസഹു, അതിനെ തന്നെ ഒരു സെക്ഷൻ ആക്കിയിട്ട് വേർതിരിച്ചു. അപ്പോൾ ഖബീസ ആരാണെന്ന് എന്താക്കി, ഒരു ഭാഗത്തിനെ വേർതിരിച്ചു, തയ്യിബ് ആരാണെന്ന് വേർതിരിച്ചു. വൽ മഅന മാ കാന അല്ലാഹു ലിയത്റുക്കൽ മുഖ്ലിസീന മിൻകും, നിങ്ങളിൽ നിന്നുള്ള മുഖ്ലിസീങ്ങളെ അങ്ങനെ തന്നെ വിടാൻ അല്ലാഹു ഉദ്ദേശിക്കൂല. എങ്ങനത്തിന് മേലി അലൽ ഹാലില്ലത്തി അൻതും അലൈഹ, നിങ്ങൾ ഇപ്പം കഴിഞ്ഞുകൂടുന്ന ഇതേ ഹാലിലായിക്കൊണ്ട്. എന്താ ഹാല്, മിൻ ഇഖ്തിലാത്തി ബാലിക്കും ബിബാലിൻ, മുഖ്ലിസീങ്ങളും മുഖ്ലിസീങ്ങളല്ലാത്തവനും കൂടിക്കലർന്നിട്ട് ഒരു സംഘമായിട്ടല്ല ഇപ്പോൾ ഉള്ളത്. അങ്ങനെ വിടൂല. എന്നിട്ടോ വഅന്നഹു ലാ യുഅദിഫു മുഖ്ലിസക്കും മിൻ മുനാഫിഖിക്കും, നിങ്ങളിൽ നിന്നുള്ള മുഖ്ലിസിനെ മുനാഫിക്കിനെയും വിട്ടിട്ട് അറിയിക്കൂലെന്ന്. അപ്പം നേരത്തെ യമീസൽ ഖബീസ മിന തയ്യിബിൻ്റെ മേന തന്നെയായി. പക്ഷെ നേരെ തിരിച്ചു വെച്ചേ ഉള്ളൂ. മുനാഫിക്കിനെയും വിട്ടിട്ട് എന്താക്കണം, മുഖ്ലിസിനെ വേർപെടുത്തണം. അത് ഹത്ത യമീസൽ മുനാഫിഖ മിനൽ മുഖ്ലിസ്, അതല്ല ഹത്ത യമീസൽ ഖബീസ മിന തയ്യിബിന് നേരെ അർത്ഥം തന്നെ ഒന്നല്ല. ഹത്ത യമീസൽ മുനാഫിഖ മിനൽ മുഖ്ലിസ്,
ഖബീസ് മുനാഫിക്ക്, തയ്യിബ് മുഖലിസ്. അതെങ്ങനെ വേർതിരിക്കലെന്നാണ്. അതിനൊരു മാർഗം ബിൽ വഹയി ഇലാ നബിയിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളിലേക്ക് വഹയി അറിയിച്ചു കൊടുക്കുക, ഫുലാൻ മുനാഫിക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട്. ബി അഹ്വാലിക്കും, നിങ്ങൾ അഹ്വാല് കൊണ്ടെന്താക്കും, അറിയിക്കും. ഔ ബിൽ ജിഹാദി, അല്ലെങ്കിൽ ജിഹാദിന് പ്രഖ്യാപനം നടത്തും. അപ്പം ഇപ്പം പോകാൻ കഴിയൂല, ക്ഷീണാന്ന്, പെണ്ണുങ്ങൾക്ക് നടുവേദനയാന്ന്, അങ്ങനെയാന്ന് ഇങ്ങനെയാന്ന് പല വീറും കണ്ടുണ്ടാക്കുക, ഒഴിഞ്ഞു മാറും. ഔ ബിൽ ഹിജ്റ, അതുപോലെ തന്നെ ഹിജ്റ കൊണ്ടും. അള്ളാൻ്റെ പരീക്ഷണം നടത്തൽ ഒന്നിക്കൽ നബിക്ക് അറിയിച്ചു കൊടുക്കും, ഇന്നാള് മുനാഫിക്ക്, ഇന്നാള് മുഖ്ലിസ്. മറ്റൊന്നോ ഒരു ജിഹാദ് കൊണ്ട് കൽപ്പിക്കും. ജിഹാദ് കൊണ്ട് കൽപ്പിക്കുമ്പോഴാണ് അത് ആളെ വേർതിരിയൽ. അല്ല ഹിജ്റ കൊണ്ട്, ഹിജ്റയിലും ഒരു ജിഹാദ് ഉണ്ടല്ലോ. ഇതിന് പറയുന്നത് ഗൈബിൻ്റെ മേലിൽ നിങ്ങൾ ഇത്ലാഹാക്കാൻ അള്ളാക്കിയിട്ടില്ലല്ലോ. ഒന്നിങ്ങനല്ല ഒരാളുടെ മനസ്സറിയാൻ കഴിയില്ല. അപ്പം ഇങ്ങനത്തെ എന്തെങ്കിലും വേണം. വമാ കാന അല്ലാഹു ലിയുത്ലിഅക്കും അലൽ ഗൈബ്, ഗൈബിൻ്റെ മേലെ നിങ്ങളെ ഇത്ലാ ചെയ്യാൻ അല്ലാഹു തആല ഉദ്ദേശിച്ചിട്ടില്ല. വമാ കാന അല്ലാഹു ലിയുഅ്തിയ അഹദക്കും ഇൽമൽ ഗൈബ്, ഇൽമുൽ ഗൈബ് ഒരാൾക്ക് കൊടുക്കാൻ അല്ലാഹു തആല ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെയല്ലേ ഫയത്തലി അലാ മാ ഫിൽ ഖുലൂബി, കൽബുകളിൽ ഉള്ള ഒന്നിൻ്റെ മേൽ അറിയാൻ കഴിയും. എന്തിനാണ്? മിൻ കുഫറിനാലും ഈമാനിനാലും. കുഫറിനാലും ഈമാനിനാലും മനസ്സിൽ വെച്ചത് അറിയണമെങ്കിൽ ഒന്നിക്കൽ ഗൈബ് അറിയുന്ന ഒരവസ്ഥ എവിടെ ഉണ്ടാകണം? ഒരു ഭാഗത്തുണ്ടാകണം. അല്ലെങ്കിലോ വഹയ്യ് കൊണ്ട് അല്ലാഹു തആല അറിയിച്ചു കൊടുക്കണം നബിക്ക്. നമുക്കല്ല ഗൈബ്, നബിക്ക് അറിയിച്ചു കൊടുത്തിട്ട് നബി നാവിൽ കൂടി കിട്ടുക. അല്ലെങ്കിലോ ഒരു പൈസ കൊടുക്കലോ അധ്വാനുള്ള രംഗങ്ങൾ വരുന്ന അവസരത്തിൽ അന്നേരം ഒഴിഞ്ഞു പോകും സാഹചര്യം. ഇങ്ങനെയൊക്കെയാണ്. വലാകിന്നല്ലാഹ യജ്തബി മിർ റുസുലിഹി മൻ യശാ, എങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുക്കും അവൻ്റെ മുർസലീങ്ങളിൽ നിന്ന് അവൻ ഉദ്ദേശിച്ച ആളെ. അവർക്ക് എന്താക്കും? ഗൈബ് അറിയിച്ചു കൊടുക്കും. മാക്കാനയിൽ നിന്ന് ആ മംഫിയിൽ നിന്നാണല്ലോ ലാക്കിന് ഇഷ്ടസിന, മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ഒരാളും ഗൈബ് അറിയില്ല എന്ന് വരൂല. ഒന്നാലോചിച്ചിട്ട് ലാ യഅലമുൽ ഗൈബ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് മുതകബ്ബിറുൻ ജബ്ബാർ പ്രസംഗിച്ചാൽ അത് ഇസ്തിസ്നാന്നത്. നിങ്ങളെല്ലാവരെയും ഗൈബിൻ്റെ മേൽ ഇത്ലാ ചെയ്യിപ്പിക്കാൻ അല്ലാഹു തആല ആയിട്ടില്ല. അതാണ് ഉറച്ചു വെച്ച്. എന്നിട്ടോ അവൻ്റെ മുർസലീങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പ്രത്യേകക്കാരെ അല്ലാഹു തആല തിരഞ്ഞെടുക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ ഉണ്ടായില്ലേ? അവർക്ക് ഗൈബ് അറിയും. അപ്പോൾ അള്ളാഹ് അറിയിച്ച ഗൈബ് അവർ അറിയും, അറിയാത്ത ഗൈബ് അറിയൂല, അറിയിക്കാത്ത ഗൈബ് അറിയൂല എന്ന് എല്ലാവരും ഇത്തിഫാഖല്ലേ. ഇവിടെ തർക്ക വിഷയം നടക്കലുണ്ട്. എന്താണ്? അല്ലാഹു തആല ഒരാൾക്ക് എല്ലാവർക്കും ഗൈബ് അറിയിച്ചു കൊടുത്തേക്കാന്ന് തീരുമാനിച്ചു. സയ്യിദും അമ്രും ബക്കറും ഖാലിദും അമ്പിയാക്കളും ഔലിയാക്കളും എല്ലാവരും ഗൈബ് അറിയോ ഇല്ലയോ? അറിയും. ആർക്ക് അറിയിച്ചു കൊടുക്കില്ല എന്നുണ്ടെങ്കിൽ പൂട്ടി. ആരെങ്കിലും അറിയോ? ഇല്ല. പിന്നാണ് തർക്കടയൊന്നുമില്ല. അള്ളാഹ് അറിയിച്ചു കൊടുത്താൽ അറിയുമെന്ന വിഷയത്തിൽ എല്ലാവരും ഇത്തിഫാഖ്. അറിയിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ അറിയൂല എന്നുള്ളതിലും ഇത്തിഫാഖ്. അപ്പം അമ്പിയ മുർസലീങ്ങളും നമ്മൾ തമ്മിൽ അവിടെ പുറക്കുന്ന ചോദിക്കലി ഈ കുരുട്ട് ചോദ്യം, അതിലെല്ലാം തർക്ക വിഷയം. അറിയിച്ചു കൊടുത്താൽ അറിയുമല്ലോ അല്ലേ? എല്ലാവർക്കും അറിയിച്ചു കൊടുക്കൂലെ? ചിലർക്ക് അറിയിച്ചു കൊടുത്താൽ അറിയൂലേ? ആ ചിലരാണ് അമ്പിയാക്കൾ. അപ്പം അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് ഗൈബ് അറിയുവാനുള്ള പക്വതയും പാകതയും യോഗ്യതയും എന്നുണ്ട് അമ്പിയ മുസ്ലിങ്ങൾക്ക് ഉണ്ടാകുമെന്നാണെന്നും ഞാൻ പറഞ്ഞത്. അതില്ല എന്നാണ് ആര് പറയുന്നത്? മുതകബ്ബിറും ജബ്ബാരിങ്ങൾ പറയുന്നത്. അപ്പം ഈ പറഞ്ഞിടത്തോളം കഴിയുമ്പോൾ ഖുർആൻ അങ്ങ് നിങ്ങളോളം പറയുന്നില്ല, ദാലിക മിൻ അംബാഇൽ ഗൈബി നൂഹിഹി ഇലൈക. ഈ മറിയം ബീബി സംഭവത്തിൽ പറഞ്ഞല്ലോ, അന്ന് മറിയം ബീബിയെ ഏറ്റെടുക്കുന്ന വിഷയത്തിൽ തർക്കി തിന്ന് എന്നിട്ട് പേന വെള്ളത്തിലിട്ടിട്ട് നെറുക്കെടുക്കുന്നു. അതെല്ലാം തങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുക്കുമ്പോൾ അന്നവൾ തങ്ങൾ ജനിച്ചിട്ട് പോലും ഇല്ലല്ലോ. പക്ഷെ അതൊന്നും ഇല്ലായാലും ഇല്ലെന്നാൻ്റെ മുകളിലവിടെ ചടനട കൂടി.
സംഗതി തർക്ക വിഷയം ഏതല്ല, അല്ല അറിയിച്ചു കൊടുത്താൽ അറിയോ? എന്താ ഉത്തരോ? എല്ലാവരും അറിയും. അല്ല ആർക്കും അറിയിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ ആരും അറിയില്ല. ഇതും ഇത്തിഫാക്കാന്ന്, ഇത് തർക്കിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അംബിയാ മുർസലീങ്ങളിൽപ്പെട്ട ചിലർക്ക് അല്ലെങ്കിൽ അള്ളാഹു ഉദ്ദേശിച്ച ഇബാദിന് അറിയിച്ചു കൊടുക്കുമോ കൊടുത്തിട്ടുണ്ടോ എന്നതാണ് അർത്ഥം. സംഗതി മനസ്സിലായ? അപ്പൊ കൊടുത്തിട്ടുണ്ട് എന്ന് നമ്മള് അപ്പൊ കൊടുക്കുകയും ചെയ്യാൻ കഴിഞ്ഞാൽ പിന്നെ ആഖിറത്തിന്റെ വിഷയങ്ങളും മഹ്ശറിൽ നടക്കുന്നതും ഖബറിൽ നടക്കുന്നതും ഓരോരുത്തരുടെ മനസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ വരെ പറഞ്ഞേതാന്ന് പിന്നെ എല്ലാം ലൈഫ് എന്ന് പറയും. കൂടുങ്ങും അത് ലൈഫാക്കല്. പിന്നെ ലൈഫ് പിന്നെ കവി എന്താ ഇപ്പോഴുള്ളത്? ഇവർ കൊടുങ്ങുന്നതെല്ലാം ലൈഫ്, ഇവർക്ക് ഇഷ്ടപ്പെടുന്നതെല്ലാം നല്ലത്. അങ്ങനെ തിയറി ഉണ്ടാവുക. അതാ അതുകൊണ്ട് നിങ്ങളെന്താ ചെയ്യേണ്ടത്? ഫആമിനു ബില്ലാഹി വറസൂലിഹി, അള്ളാഹുവിനെ കൊണ്ടും അള്ളാഹുവിൻ്റെ മുർസലീങ്ങളെ കൊണ്ടും നിങ്ങൾ വിശ്വസിക്കണം. അങ്ങനെ ഞാൻ തഅലമൂഹും ഇബാദൻ, ആ മുർസലീങ്ങൾ അള്ളാഹുവിൻ്റെ ഇബാദാണ് എന്ന് നിങ്ങൾ അറിയണം. എങ്ങനത്തെ ഇബാദ്? മുസ്തഫൈന, അള്ളാഹു തആല തിരഞ്ഞെടുത്ത്. ഏതാ മുസ്തഫൈന? യജ്തബി എന്നതിൻ്റെ വാക്കാണത്. യജ്തബി ഇസ്തഫിയല്ലേ? ലാ യഅലമൂന ഇല്ലാ മാ അല്ലമഹുമുല്ലാഹ്, അള്ളാഹു തആല അറിയിച്ചു കൊടുത്തതല്ലാതെ ഓരും അറിയില്ല. അത് തർക്ക വിഷയമല്ല. അല്ല പടച്ചിട്ടില്ലെങ്കിൽ ഇവിടെ ജനിക്കൂല എന്നും ഇത്തിഫാക്കാണല്ലോ. പക്ഷെ നമുക്ക് അങ്ങനത്തെ നബി ജനിച്ചിട്ടുണ്ടോ എന്നതിലെ ചർച്ച. വലാ യഅലമൂന ഇല്ലാ മാ ഊഹിയ ഇലൈഹിം, അവരിലേക്ക് വഹി അറിയിക്കപ്പെട്ട കാര്യമല്ലാതെ അവർ സ്വയം ഉണ്ടാവില്ല, അറിയില്ല. സ്വയം അറിയുമെന്ന് നമ്മളെ ഭാഗത്ത് നിന്ന് ആരും പറഞ്ഞിട്ടുമില്ല. ഇത് അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. അള്ളാഹു താൻ ഉദ്ദേശിച്ചെല്ലാം അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. അള്ളാഹിൻ്റെ ഇൽമിൽപ്പെട്ട തേച്ചും അറിയിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് ബയ്യനത്തില്ലല്ലോ. തങ്ങളുടെ വിശാലത്തിൻ്റെ ആ ആവശ്യമായ കാര്യമെല്ലാം അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. അള്ളാഹു അറിഞ്ഞതെല്ലാം നമ്മ അറിയുമെന്ന് ആരെങ്കിലും ബാധിക്കുന്നുണ്ടോ? അങ്ങനെ ആ ചിലത് വിഷയമുണ്ടല്ലോ അല്ലേ? ഞാനൊരു ബഷറാണ്, ഞാനൊരു മനുഷ്യനാണ് നമുക്ക് അറിഞ്ഞൂടെ? ഞാൻ ആരാണെന്ന് എനിക്കറിഞ്ഞൂടെ? ഇപ്പ അത് വിഷയം അള്ളാഹ്ക്ക് അറിയാലോ. ആ വിഷയം അള്ളാഹ്ക്ക് അറിയാലോ. അതുകൊണ്ട് അള്ളയും ഞാൻ ഇഷ്ടക്കായി നടത്തം ഡമ്പിച്ചോ? അങ്ങനെ ഷഹാദത്തിന്റെ കാര്യം എന്തെല്ലാം അറിയുന്നത് അത് പറഞ്ഞു മാവാണെന്ന് അള്ളാഹ്ക്ക് പറയും, നമുക്കറിയാലോ. അവിടെ ഞാനോ അള്ളി ഒരുപോലെ എൻ്റെ മേന. ഇനി വഇൻ തുഅ്മിനൂ വതത്തഖൂ, നിങ്ങൾ ഈമാനും തഖ്വയും മുറുകെ പിടിക്കുകയാണെങ്കിൽ, വഇൻ തുഅ്മിനൂ ഹഖൽ ഈമാൻ എന്നതിനെ കൂട്ടുന്ന ഈ ഖിതാബിൻ്റെ കൂട്ടത്തിൽ മുഅ്മിനീങ്ങൾ ഉണ്ടല്ലോ, അവരോടും വീണ്ടും തുഅ്മിനൂ എന്ന് പറയണം. അപ്പം എന്താക്കും? ഈ ഹഖൽ ഈമാൻ. വതത്തഖു നിഫാഖ, നിഫാഖ് വരാതിരിക്കുക നിങ്ങൾ കാത്തു സൂക്ഷിക്കുകയും ചെയ്തെങ്കിൽ ഫലക്കും അജ്റുൻ അലീം, നിങ്ങൾക്ക് അജ്റുൻ അലീം ഉണ്ടെന്ന് പറഞ്ഞു. ഇതിൻ്റെ ബി മുഖാബലത്തി ദാലിക്കൽ ഈമാനി, ഈമാനിൻ്റെ മുക്കാബിലയിൽ ഏതാ ഈമാനി? വൈൻ തോമിനു. വത്തഖ്വ, തഖ്വാന്റെ മുക്കാബിലയിൽ ഏതാ? വതത്തഖു. അജ്റുൻ അലീം എന്ന് പറഞ്ഞാൽ എന്താണ്? ലാ യബ്ലുഗു കുന്നഹു, അതിൻ്റെ വണ്ണം, അതിൻ്റെ വലിപ്പം, അതിൻ്റെ അളവ് എത്രയാണെന്ന് ആർക്കും കണ്ടുപിടിക്കാൻ കഴിയില്ല. അത്രയാണ് അതിൻ്റെ അളമത്ത്. വഹാദൽ അജ്റു, ഈ അജ്റുണ്ടല്ലോ, അജ്റുൻ അലീം അലാ ഖദരി ഇളമി തഖ്വ, തഖ്വാന്റെ കടപ്പം എത്ര ഉണ്ടോ അത്ര കണ്ട് കൊടുക്കും. എത്ര കണ്ട് തഖ്വ ചെയ്യുന്നു അത്ര കണ്ട് അജ്റുണ്ടാകും. അതുകൊണ്ട് ഫഇന്ന സൈറ ഇലൽ മഖ്സിദിൽ അഅല, ഉന്നതമായ ഒരു ലക്ഷ്യത്തിലേക്കുള്ള സൈർ, സൈർ എന്ന് പറഞ്ഞാൽ നടത്തം എന്ന അർത്ഥം, കാലിലെ നടത്തമല്ല, ജസദിയല്ല ഇത്. വൽ വുസൂല ഇലൽ മനാസിലിൽ ഇജ്തിബായി, ഇജ്തിബാഇന്റെ മർത്തബയിലേക്ക് ചേരലും. ഏതാ ഇജ്തിബാ? വലാകിന്നല്ലാഹ യജ്തബി എന്ന് പറഞ്ഞ ആ ഇജ്തിബാഇന്റെ മർത്തബയിലേക്ക് ചേരലും. ലാ യതഹയ്യഉ ഇല്ലാ ബിഖദമൈ തുഖാ,
തഖ്വാന്റെ 2 കാല് കൊണ്ടല്ലാണ് ആ നടത്തം ശരിയാവില്ല. തഖ്വയാകുന്ന 2 കാല് ഉപയോഗിച്ച് അങ്ങ് നടക്കുക, എന്നിട്ടോ ആ ചെറു കൊണ്ട് പറക്കുക, രണ്ടും ഇല്ലേ. അപ്പൊ ഫൽ ഈമാനു ബില്ലാഹി വലിയ റസൂലിഹി, അള്ളാഹുവിനെ കൊണ്ടുള്ള ഈമാനും റസൂലിനെ കൊണ്ടുള്ള ഈമാനും ഹുവ തസ്ദീഖുൽ ഖൽബിയ്യു, ഖൽബിയായ തസ്ദീഖാണ് അതിന് മാദ്ദ. വിശ്വസിച്ചു എന്ന് നാവ് കൊണ്ട് പറഞ്ഞത് കൊണ്ടായില്ല, അത് മുനാഫിക്കും പറയല്ലോ, വമിനന്നാസി മൻ യഖൂലു ആമന്നാ, വിശ്വസിച്ചു എന്ന് പറഞ്ഞ തസ്ദീഖാണ്. തസ്ദീഖിന്റെ മഹൽ എവിടെയാണ്? ഖൽബിയാണ്. അതിന് പുറമെ വത്തമസ്സുകു ബിശ്ശരീഅ, ശരീഅത്ത് കൊണ്ട് മുറുകെ പിടിക്കലും ആകുന്നു. അപ്പോൾ 2 കാര്യം വേണം. ഒന്ന് തസ്ദീഖുൽ ഖൽബി വേണം, ശരീഅത്ത് കൊണ്ടുള്ള തമസ്സുക്കും വേണം. അപ്പോൾ ശരീഅത്ത് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു എന്താ അള്ളയിലേക്ക് വസൂല് എന്നുള്ള സാധനേ ഇല്ല. എത്ര വലിയ ശേഖ പറഞ്ഞാലും ഒരു ശരീഅത്ത് നിന്ന് കായ്ത്തോൽ എന്നാ പറയുന്നത്. ഇപ്പം ഈ കാലം കൊണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ. ശരീരത്തിൽ തന്നെ പെണ്ണേട്ടൽ നടത്താൻ വെക്കരുത്, അതായിപ്പം കാലക്കേട്, ഭയങ്കര അബദ്ധം ഇതല്ലോ. അബ്ദാലിമ പറഞ്ഞല്ലോ, ഒരു വാക്ക് ഒന്നിൽ പ്രചരിച്ചു പോയാൽ അത് തിരുത്തിയിട്ട് അതിന് യഥാർത്ഥത്തിലേക്ക് കൊണ്ടുവരാനുള്ള പാട് 1000 കൊല്ലം മുമ്പാ പറയുന്നത്. ഇന്ന് ശരീരത്ത് മൊത്തത്തിൽ പറഞ്ഞാൽ എന്താണ്? 4 കെട്ടൽ പോലും 40 കെട്ടൽ പോലും, അതാ ശരീരത്ത്. അപ്പൊ ശരീഅത്തിന്റെ അഹ്കാമുകളെ കൊണ്ട് മുറുകെ പിടിക്കാതെ കണ്ട് എന്ത് രക്ഷ കിട്ടുമെന്ന് പറയാൻ പോകുന്നു? അങ്ങനെ ചോദിക്കണോ? എന്താണ്? അപ്പൊ പിന്നെ വേറെന്തെങ്കിലും ഒന്നുകൊണ്ട് മുറുകെ പിടിക്കണോ? അല്ല ഒന്നുകൊണ്ട് മുറുകെ പിടിക്കണ്ടേ? നമുക്ക് ഹസറാക്കാം. പക്ഷേ ഹസർ തിരിയുന്നവരുടെ സംസാരിച്ചിട്ട് കാര്യമുള്ളൂ, ഈ ജമാഅത്തിനോട് സംസാരിച്ചിട്ട് കാര്യമില്ല. ശരീഅത്ത് കൊണ്ട് പിടിക്കണ്ട, വിട്. വേറെ എന്തെങ്കിലും കൊണ്ട് പിടിക്കണോ? അല്ല ഒന്നും പിടിക്കണ്ടേ? എന്താന്ന് പറയുന്നത്? ഏതിനെ കൊണ്ട്? അപ്പൊ ഏതുകൊണ്ട്? അപ്പൊ ശരീഅത്തിനെ കാണാൻ അഫ്ളലാണോ നിങ്ങൾ പിടിക്കണമെന്ന് പറഞ്ഞ മറ്റൊന്ന്? അല്ല, അതിനകത്ത് താണതാ. അപ്പൊ മുന്തത് ഒഴിവാക്കിയത് താണ പിടിച്ചാൽ അള്ളയിലേക്ക് എത്തുന്ന ഇപ്പൊ നിങ്ങൾ അത് വാദം കൊണ്ടുണ്ടായി. അള്ളാഹു സംവിധാനം ചെയ്ത് അള്ളാഹു തആല അസാദിഖുകളും അമീനന്മാരുമായ അംബിയ മുർസലീങ്ങളിൽ കൂടി പ്രചരിപ്പിച്ച് അവർ ജീവിച്ച് കാണിച്ച അത് തള്ളിയിട്ട് വേറെ ഒന്ന് പിടിക്കണമെന്നാ പറയുന്നത്. അപ്പൊ അതിനേക്കാണ് അഫ്ളൽ ഉണ്ടല്ലോ. അതേതാണ്? അല്ല, ഇതിന് വേറെ ഒന്നും പിടിക്കണ്ടേ? എന്നാ പിന്നെ കന്നുകാലികൾ അള്ളാഹിനെ കൊള്ള വാസിലായല്ലോ. കന്നുകാലികൾക്കൊന്നും പിടിക്കണ്ടല്ല. അപ്പൊ കന്നാലികൾ മുന്നേ അവരൊക്കെ മാറാം ആണോ? ഒരു ശരീരത്തുമില്ല, ഒന്നുമില്ല, അള്ളാഹിൻ്റെതുമില്ല, കയ്യുമില്ല. അപ്പൊ പശു റളിയല്ലാഹു അൻഹു, പശു ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് വരേണ്ടി വരും. വന്നജാത്തു ഫീഹി, നജാത്ത് അതിൽ മാത്രമാണുള്ളത്. ഏതിന്? തസ്ദീഖുൽ ഖൽബിയും തമസ്സുക്കും ബിശരീഅ, ലാ ഫീ ഖൈരിഹി, മറ്റൊന്നിൽ കിട്ടൂല. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു. അപ്പൊ ഗൈറ് പിടിച്ചു കഴിഞ്ഞാൽ അല്ലാഹ് സ്വീകരിക്കൂല. ഒന്നും പിടിക്കണ്ടെന്ന് വെച്ചാൽ കന്നുകാലിയായി, ഒരു നിയമം വേണ്ട. അതുകൊണ്ട് ഫലാ അഖീ ലാ തുളയ്യ അയ്യാമക്, എന്റെ സ്നേഹിത, നിന്റെ ആയുഷ്കാലം നീ പാഴാക്കല്ലേ എന്നാ പറയുന്നത്. കാരണം ഫയ്യ എന്ന അയ്യാമക്ക റഹ്സുമാലിക്, നിന്റെ ഈ ആയുഷ്കാലമാണ് നിന്റെ ക്യാപിറ്റൽ, കച്ചവടം ചെയ്ത് ലാഭം ഉണ്ടാക്കാനുള്ള ക്യാപിറ്റൽ. ഫഇന്നക മാദുംത ഖാബിദൻ അലാ റഅ്സി മാലിക്, റഅ്സുൽ മാൽ മുറുകെ പിടിക്കുന്നതിൻ്റെ കയ്യിലുള്ള കാലത്തോളം ഫഇന്നക ഖാദിറുൻ അലാ തലബി ദിബ്ഹ്, ലാഭം ഉണ്ടാക്കാൻ നിനക്ക് സാധിക്കും. അതുകൊണ്ട് ഫജ്തഹിദ് ഫീ തഹ്സീലിഹി, ഈ റഅ്സുൽ മാൽ കരസ്ഥമാക്കാൻ വേണ്ടി നീ അധ്വാനിക്കണം. അതെന്താക്കണം? കുറച്ച് സുരഭിച്ചള വെക്കണം. ബിത്തബഖുലി ഫി ത്വാആത്തി വൽ ഇബാദാത്ത്, ത്വാആത്തിലും ഇബാദാത്തിലും നന്നായിട്ട് പൂണ്ടുപിടിക്കാൻ കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്തുക.
വഇഹ്യാഇ സുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സുന്നത്ത് ഹയാത്താക്കൽ, വസ്സലാത്തി അലൈഹി തങ്ങളെ മേലെ ധാരാളം സലാത്ത് ചൊല്ലൽ, കാബിലൽ മൗത്തി വൽ ഫൗത്ത് അവസരം നഷ്ടപ്പെടുന്നതിൻ്റെ മുമ്പും അതുപോലെ തന്നെ മൗത്തിൻ്റെ മുമ്പും. മൗത്ത് എന്താണ്? എല്ലാ അവസരവും നഷ്ടപ്പെടും. ഫൗത്താകുമ്പോൾ നഷ്ടപ്പെട്ടിടത്തോളം നഷ്ടപ്പെടും. കാരണം ഫൈനൽ മൗത്ത മരിച്ച ആളുകൾ യതമന്നൗന അവർ കൊതിക്കുന്നുണ്ട്, അയ്യൂദനലഹും അവർക്ക് സമ്മതം കൊടുക്കപ്പെടാൻ, ബിയയ്യുസല്ലു റകഅതൈനി 2 റക്അത്ത് നമസ്കരിക്കാൻ ഒന്ന് സമ്മതം കിട്ടിയെങ്കിൽ തിരക്കേടില്ലായിരുന്നു എന്ന് കബറിലുള്ള ആൾ കൊതിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടാ? ഇനി അതില്ലേ ഔജഖൂലു മറത്തൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഒരു വട്ടം ചൊല്ലാനുള്ള അവസരം കിട്ടിയെങ്കിൽ, ആ യുസബ്ബിഹു മറത്തൻ അല്ലെങ്കിൽ ഒരു സുബ്ഹാനല്ലാഹി പറയാനുള്ള സമയം കിട്ടിയെങ്കിൽ, പക്ഷേ ഫലാ യൂദന ലഹും ആ കൊതിക്കുന്നവർക്ക് ഉത്തരം കൊടുക്കുന്നില്ലല്ലോ. എനിക്ക് വിശാലമായിട്ട് ഒന്നാക്കേണ്ട 100 നേക്കൾ 1,00,000 നേക്കൾ അവസരിപ്പുണ്ട്. എന്നിട്ടോ യതഅജ്ജബൂന ഖബറിലുള്ള ആളുകൾ അജബാകുന്നു മിനൽ അഹ്യ ജീവിച്ചിരിക്കുന്ന ആളെപ്പറ്റി, കൈഫ യദയ്യൂന അയ്യാമഹും ഫിൽ ഗഫല ഈ കൂട്ടരൊക്കെ അവരത് സമയങ്ങൾ ഗഫലത്തിൽ എങ്ങനെയാണ് പാഴാക്കി കളയുന്നത്. പഠിച്ചോനെ, നമ്മിപ്പോൾ ഒരു സുബ്ഹാനല്ലാഹ് കിട്ടാനുള്ള അവസരം കിട്ടിയ നിരക്കുകളെന്ന് ആഗ്രഹിക്കുന്നു. ദബകമാ ഖീല അയ്യ അന്നാസു നിയാമുൻ ഫഇദാ മാതു തബഹു എന്ന് ഗസാലി ഇമാം ഇടയ്ക്കിടയ്ക്ക് പറയും. ജനങ്ങളൊക്കെ ഇപ്പോൾ ഉറക്കത്തിലാണ്, മരിച്ചാലാണ് ഉണരല്. നമുക്കവിടെ മരിച്ചപ്പോൾ ഉണർന്നപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ മൂല്യം അവർക്ക് മനസ്സിലായില്ല, സുബ്ഹാനല്ലാഹിന്റെ മൂല്യം മനസ്സിലായി, 2 റക്അത്ത് നിസ്കാരത്തിൻ്റെ മൂല്യം മനസ്സിലായി. പക്ഷേ ഇപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ അവസരം കിട്ടുമ്പോൾ മനസ്സിലാവില്ല. കണ്ടാ? അപ്പം ഫതമയ്യുസുൽ മുനാഫിഖി മിനൽ മുഖ്ലിസ് മുഖലിസിനെയും വിട്ട് മുനാഫിക്കിനെ വേർതിരിക്കുന്നതിൽ ഇപ്പോൾ പറഞ്ഞു വന്നത്, അത് കമാ യകൂന ഫിദ്ദുന്യാ ദുന്യാവിൽ സംഭവിക്കാം ബിൽ അഖ്വാലി വൽ അഫ്ആൽ അഖ്വാല് കൊണ്ടും അഫ്ആല് കൊണ്ടും ഓർ ചെയ്യുന്ന പ്രവർത്തനങ്ങളും ഓർ പറയുന്ന വാക്കിൽ കൂടി എന്താക്കുക പിടിച്ചെടുക്കാൻ കഴിയും. കദാലിക യകൂനു ഫിൽ ആഖിറതി അതുപോലെ തന്നെ പരലോകത്തുണ്ടാകും ബി ബയാദി വജ്ഹി ഹാദാ ഒരാളെ മുഖം വെളുക്കുന്നു. ഹാദാ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? മുഅ്മിൻ. വസവാദി വജ്ഹി ദാലിക മറ്റോന്റെ മുഖം കറുത്തിട്ടുണ്ടാകും, മുനാഫിക്കിന്റെ. അത് മുമ്പ് പറഞ്ഞ കമാ ഖാല അല്ലാഹു തആല യൗമ തബയ്യദു വുജൂഹുൻ വതസ്വദ്ദു വുജൂഹുൻ. ചില മുഖങ്ങൾ വെളുത്ത മുഖമുണ്ട്, ചില മുഖം കറുത്ത മുഖമുണ്ട്. അപ്പം അത് ഹഖീഖത്തുമാണ് മജാസുമാണ് എന്ന് പറഞ്ഞല്ലോ. എന്താണ്? മുഖം കറുപ്പ് കളർ ഉണ്ടായിക്കൊള്ളുന്നില്ല, പക്ഷേ അവരെ ആകപ്പാട് ദുഃഖവും ബേജാറും കാണുമ്പോൾ മുഖം ആകെന്തായി? കറുത്ത കൂട്ടത്തിലായി. അല്ലെങ്കിലോ കറുത്ത അടയാളം തന്നെ ഉണ്ട്, കറുപ്പ് തന്നെ അപഹകത്തായി. ജഅലനല്ലാഹു തആല ആമീൻ മിമ്മൻ തബയല്ലു വുജൂഹുഹും യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ മുഖം വെളുത്ത ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ആക്കി തരട്ടെ എന്ന് മുസന്നിഫ് ദുആയിരുന്നു. പരിശോധിക്കൂ. അവർ അള്ളാഹു തആല പറഞ്ഞു ലൈസാനല്ലദീന എന്താണ് ലൈസാനൽ അഅമ ഹറജുൻ സൂറത്തുൽ ഫത്ഹ് എടുത്തിട്ട് നോക്കി കാണാലോ. കുറേ ആളെ വിട്ടുവീഴ്ച കൊടുത്തിട്ടുണ്ട്. അതിന് കൊടുക്കപ്പെട്ടവനല്ലോ. ഇതിലുണ്ടല്ലോ മായിദയിലില്ലേ, ഇന്നത്തെ നമ്മൾ 2 സൂറത്ത് എടുക്കാം. ഒന്നുകൊണ്ടാക്കുന്ന ആ മേലെ മനസ്സിലാക്കപ്പെട്ടു, ഏറ്റവും മേലെ. കിട്ടിയ ഒന്ന് നമുക്ക് വെറുതെ ഇരിക്കാല. ഒന്ന് ليس على الأعمى حرج ولا على الأعرج حرج ولا على المريض حرج.
മൂന്നാളെന്താക്കി എതിർ പിടിച്ചു. ഒന്ന് അഅമ, കണ്ണ് കാണാത്ത ആള്. രണ്ട് ആറജ് നടക്കാൻ കഴിയാത്തവർ. ആറജ് നേരെ വാക്കിനർത്ഥം മുടന്തം. ആ മുടന്തം എന്നുള്ളത് ഹഖീഖത്തം മുടന്തവും ആവാം, വല്ല നീർക്കെട്ടോ വേറെന്തെങ്കിലും ഉണ്ടായിട്ട് എല്ലാം കൂടെ നടക്കാൻ കാല് വെക്കാൻ കഴിയാത്ത ബടിമ നടക്കുന്ന ആളുകളും ഉണ്ടാവാം. അത് രണ്ടും ആറജിപ്പെട്ടതന്നെ. അതുപോലെ ആമയും അങ്ങനെ തന്നെ യഥാർത്ഥത്തിലുള്ള കുരുടനും ആവാം, കണ്ണിൻ്റെ കാഴ്ച മങ്ങിയ ആളുകളും ഉണ്ടാവാം. വല അലൽ മരീൽ ഹറജുൻ, മരീലിനും ഒരു ഹറജും ഇല്ല. അപ്പം എന്താ എഴുതി കൊടുത്തിട്ടില്ലേ? എഴുതി കൊടുത്താണ്ടില്ലേ? ഇനി വൈവാ സമയം ഇട്ടിട്ട് അന്നാമില്ലാറാഫ് മായിതയില്ല രണ്ടാണ്ട് നമ്മൾ കണ്ണൂർ കുറേ ചർച്ച ചെയ്തത്. കൽബിൻ്റെ കുഴപ്പമാണ്. അതും അലൽ മരീതിൽ പെട്ടില്ലേ? അങ്ങനെ അസഹായന്മാർക്ക് ഇപ്പം ഹസാൻ റളിയല്ലാഹു അൻഹു യുദ്ധത്തിൽ പോയിട്ടില്ല എന്നല്ല, തങ്ങൾ അവരെ പുറത്താക്കിയിട്ടുമില്ല. ചോറുണ്ടാക്കും മറ്റൊരു ശൈലിയിൽ ഉണ്ടാക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊരു ആക്ഷേപമായിട്ടാ പറഞ്ഞ അന്നേരം അപ്പം മറുപടി കൊടുത്തില്ലേ? അപ്പോൾ ഓരോരുത്തർക്കും ഒരു പണിയുണ്ടല്ലോ. എത്രയാണിപ്പോൾ? 122 പേജാ. ഇല്ല, ആളെ കിട്ടിയില്ല. അത് വൈദാ സമയമാ ഉൻസില റസൂലിയല്ലേ? ഇപ്പം നമുക്ക് ഓർമ്മയുള്ള ആയത്തിൻ്റെ ഇപ്പം എന്നാൽ പിന്നെ എടുക്ക്, മറ്റേ തൗബ എടുത്ത് നോക്കിയാൽ കിട്ടി. തൗബയിലാണ് ഇതുണ്ടോ? وجاء المعذرون من الأعراب ليؤذن لهم وقعد الذين كذبوا الله ورسوله سيصيب الذين كفروا منهم عذاب أليم. യുദ്ധപ്രഖ്യാപനം വന്ന് എല്ലാവരും പോകാൻ വേണ്ടി ഒരുങ്ങിയില്ലേ? അപ്പം എന്താക്കുന്നറിയോ? അറാബികളിൽപ്പെട്ട കുറച്ചാൾ എനിക്ക് സമ്മതം വേണം, എനിക്ക് അങ്ങനെയുണ്ട്, എനിക്കിങ്ങനെയുണ്ട്, വരയിൽ ആളില്ല, നമുക്ക് പുറത്ത് പോയാൽ പോരാ, കള്ളന്മാർ കയറിയേക്കുമെന്ന് പേടിയുണ്ടെന്നെല്ലാം എന്തെല്ലാം എതിരുണ്ടാക്കാമോ അതെല്ലാം അങ്ങോട്ട് പറഞ്ഞിട്ട് വരും. എന്നിട്ടോ അള്ളാഹുവിനെ കൊണ്ടും റസൂലിനെ കൊണ്ടും കളവാക്കിയാണ് യുദ്ധത്തിന് പോകാതെ എന്താക്കും, മടിയന്മാരായിട്ട് കുത്തിരിക്കുന്നുണ്ടാകുന്നു. എന്നിട്ട് അള്ളാഹു പറയുന്നു, ലൈസ അലൽ ദുഅഫാഇ വലാ അലൽ മർളാ വലാ അലൽ ലദീന ലാ യജിദൂന മാ യുൻഫിഖൂന ഹറജ്. വളരെ വ്യക്തമല്ല ഇത്. ദുഅഫാക്കളെ മേലിലില്ല ഹറജുൻ. അതിൻ്റെ ബാക്കിയെന്ന് ലൈസൻ്റെ ഖബർ വരണ്ടേ? ഇസ്മ ഖബർ എന്താ വേണ്ടേ? ഇസ്മ. ലൈസ അലൽ ദുഅഫാഇ ഹറജുൻ എന്നുണ്ടാവും ജുംല. എന്നിട്ട് അലൽ ദുഅഫാ, ഒന്ന് ദുഅഫാക്കൾ ദഈഫിൻ്റെ ജമ്മാണ്, ഒരു ദുഅഫാക്കൾ. അലൽ മർള മരീദ്. അപ്പോൾ മുമ്പ് പറഞ്ഞ എന്തുണ്ട്? ആറജും ആമയും എല്ലാം അതിൽ പെട്ടു. ദുഅഫാണ്ട് അലൽ മർള അലൽ മരീദ് ഹൈറൻ. ഇനി ഒരു കൂട്ടരുണ്ട് ശരീരത്തിനെല്ലാം കഴിയും, പക്ഷെ പൈസ മുതലെടുക്കാൻ കാശില്ല. അതാണ് മൂന്നാമത്തെ കിസ്മ്. വലാ അലൽ ലദീന ലാ യജിദൂന മാ യുൻഫിഖൂൻ. ചെലവാക്കേണ്ട കാര്യം ഓരോ കയ്യിലില്ല, അവർക്കൊന്നില്ല, ഹറജില്ല. പക്ഷെ ഒരു കാര്യം ചെയ്യണം. ഇദാ നസഹു ലില്ലാഹി വറസൂലിഹി, അള്ളാഹുവിനും റസൂലിനും അവർക്ക് നുസഹ് വേണം എന്നതാണ്. എന്താണ് നുസഹ്? ഈ തടസ്സമില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇതിൽ രംഗത്താകുമായിരുന്നോ എന്ന് അവരുടെ മനസ്സിലുണ്ടാവണം. അതോ അത് അള്ളാഹ് അറിഞ്ഞാൽ എന്താക്കണോ? ശരി സദഖത്താന്നാകണം. അതല്ലാണ്ട് അതും വായ കൊണ്ട് പറഞ്ഞാൽ പറ്റില്ല.
തളുക നിറച്ച് ചോറ് കൊണ്ട് വെച്ചിട്ട് ഇബാദത്തിന് ശക്തി കിട്ടാൻ വേണ്ടി ഞാനിതാ തിന്നുന്നോന്നിട്ട് തിന്നു. വീണ്ടും ഇബാദത്തിന് ശക്തി കിട്ടാൻ വേണ്ടി തിന്നുന്നിട്ട് തളുക തേച്ചും കാലേക്കിട്ട് പിന്നെ നിക്കിരിക്കാൻ പോലും കഴിയാതെ കണ്ട് കിടക്കുക. ഈ നിയ്യത്തിനർത്ഥമില്ല. ഇത് മനസ്സിലായ? അപ്പൊ അവർക്ക് വേണ്ടുന്ന ഏതാണ്? നശഹൂലില്ലാഹി വറസൂലിഹി. എന്തൊരു തടസ്സമാണോ നമ്മളിവിടെ പിടികൂടിയത് അത് ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ എഴുതിറങ്ങും. മാ അലൽ മുഹ്സിനീന മിൻ സബീൽ. അഭിഹിസാൻ ചെയ്യുന്ന ആളുകളെ മേൽ ആക്ഷേപിക്കാനില്ല, യാതൊരു വകുപ്പും കൂടിയില്ല. വല്ലാഹു ഗഫൂറുർ റഹീം. ഇനി ഒരു കൂട്ടം കൂടിയുണ്ട്. വലാ അലല്ലദീന ഇദാ മാ അതൗക ലിതഹ്മിലഹും. നബിയെ, ഞങ്ങൾ പോകാൻ തയ്യാറായിട്ട് വന്നിട്ടുണ്ട്, വാഹനമില്ല, അതുകൊണ്ട് തങ്ങൾ എന്താക്കണം, ഒരു വാഹനം തന്നിട്ട് നമ്മൾ കയറ്റി അയക്കണം എന്നാ പറയും. ലിതഹ്മിലഹും. അപ്പൊ ഖുൽത, തങ്ങളെ മറുപടി എന്താണ്? ലാ അജിദു മാ ഹമിലുക്കും അലൈഹി. നിങ്ങളെ കയറ്റാനുള്ള വാഹനം ഒന്നും ഇല്ലല്ലോ മക്കളെ, എൻ്റെ കയ്യിൽ വാഹനം തരാൻ വാഹനവും ഇല്ലല്ലോ. ഇത് കേൾക്കുമ്പോഴേക്ക് തവല്ലൗ വഅഅ്യുനുഹും തഫീളു മിനദ്ദംഇ. അവർ ദുഃഖം കൊണ്ട് കണ്ണുനീരിങ് ധാരധാരയായി ഒഴുകുന്നവരായിട്ടാണ് മടങ്ങിപ്പോകുന്നത്. എന്തിനാ? ഹസനൻ അല്ലാ യജിദൂ മാ യുൻഫിഖൂൻ. ഇൻഫാക്ക് ചെയ്യാനുള്ള ഒന്നും ഇല്ലാണ്ടായിപ്പോയല്ലോ എന്ന ദുഃഖത്താൽ തങ്ങൾ വാക്ക് കേൾക്കുമ്പോഴത്തെ തന്നെ കരഞ്ഞുകൊണ്ടാ തിരിഞ്ഞു പോകുന്നു. അപ്പം എത്രത്തോളം അവർക്ക് നിശ്ചയമുണ്ടെന്ന് മനസ്സിലായില്ലേ? അതെ. അപ്പോൾ ഹർജിൽ നിന്ന് ഒഴിവാക്കി. ഈ പ്രയാസം ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ നേരത്തെ രംഗത്തുണ്ട് എന്ന് എന്താക്കണം, അവർ നിശ്ചയം വെക്കേണ്ടി വരും. എന്നീ കൂടി ഞാൻ പൊടികൂടേണ്ട ആളാരെ പറയുന്നത്, ഇന്നമസ്സബീലു അലല്ലദീന യസ്തഅ്ദിനൂനക വഹും അഗ്നിയാ. സമ്പന്നന്മാരായി സമ്പത്തിൻ്റെ കൊണ്ട് പൈസ കൊണ്ടുള്ള അഗ്നിയാവ് മാത്രമല്ല, നേരത്തെ പറഞ്ഞ ആരോഗ്യത്തിൻ്റെ ഖനിയാന്ന്. അതുപോലെ തന്നെ രോഗമില്ല, കണ്ണിന് കാഴ്ചയുണ്ട്, കാലിന് ശക്തിയുണ്ട്, ഇതെല്ലാം ഖനിയിൽപ്പെട്ടതാ. പൈസൻ്റെ ഖനാന്ന് മാത്രം ഉദ്ദേശിക്കരുത്. ഇതെല്ലാം ഉണ്ടായിട്ട് ഇതാകുന്നത് എന്തെല്ലോ പറഞ്ഞിട്ട് ഒഴിവാക്കാം. യുദ്ധത്തിന് പോകാതെ മടിയന്മാരെ കുത്തിരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇരിക്കാനാണ് ഇവർക്കെല്ലാം താല്പര്യം. ഇവർ പൊടി കൂടിയേ വിറ്റു. മോളിലോട്ട് ഇനി പറയാൻ പോകുന്നത്, അല്ലാഹു തആലയാണ് ഒരാൾക്ക് എന്താ കൊടുക്കുന്നത്? സമ്പത്ത് കൊടുക്കുന്നത്. ജനിക്കുമ്പോൾ എന്താ സമ്പത്ത് ഉണ്ടാകുന്നെന്ന് പറഞ്ഞോട്ടെ. ആർക്ക് നൂല് പോലും ഇല്ല, നൂല് കെട്ടൽ ആഘോഷം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആഘോഷിക്കുകയാണ്. ആർക്കൊരുണ്ട് നൂല് കെട്ടി കൊടുക്കരുത്. ഇപ്പം ആഘോഷം ഉണ്ടാകുമ്പോൾ അല്ല പൂർവ്വപരി ഉണ്ടാ ഇല്ലയൊന്നും അറിയില്ല, ശക്തിപ്പെട്ടിട്ടല്ലേ. അപ്പം വരുമ്പോൾ ഒന്നും കൊണ്ടാന്നിട്ടില്ല, നല്ല ഇവിടുന്ന് കിട്ടിയത്. അപ്പം ഇവൻ്റെ അധ്വാനത്തിൻ്റെ ഫലം കൊണ്ടാണ് പറയുക. അതിനേക്കാണ് അധ്വാനിക്കുന്ന തരത്തിലുണ്ട്. എന്നിട്ട് അവർക്ക് കേമലൊന്നുമില്ലല്ലോ. അള്ളാൻ്റെ ഫضലാണത്. ആ ഫضല് കൊടുത്തിട്ട് ഇന്നലേക്ക് ചെലവാക്കണമേ എന്ന് അല്ലാഹു തആല പറയുമ്പോൾ ഇതെൻ്റെതാണ്, തരൂല എന്ന് പറയാം. ഈ എടുക്കുന്ന പണി ഖൈറ എന്ന് ആരും വിചാരിക്കേണ്ടെന്നാണ് എന്താ പറയുന്നത്. ولا يحسبن الذين يبخلون بما آتاهم الله من فضله. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് ഒരു കൂട്ടർക്ക് അള്ളാഹ് കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്തതുകൊണ്ട് ബഖീൽ തരം കാട്ടുകയാണ്. അങ്ങനെയുള്ള കൂട്ടർ വിചാരിക്കേണ്ട. അപ്പോൾ വലാ യഹ്സബന്നാക്ക് എന്ത് വേണം? രണ്ട് മഫ്ഊൽ വേണം. ഫായിലാര അല്ലദീന യബ്ഖലൂന. ഒന്നാം മഫ്ഊൽ ബിമാ അതാഹുമുല്ലാഹു മിൻ ഫളലിഹി, സ്ഥാനത്ത് നിന്നില്ലേ. രണ്ടാം മഫ്ഊൽ ഏതാണ്? ഹുവ ഖൈറൻ ലഹും, അത് അവർക്ക് ഗുണകരമാണ് എന്ന് വിചാരിക്കേ വേണ്ട. പിശുക്ക് കാട്ടിയിട്ട് പൈസ പിടിച്ചു വെക്കലുണ്ടല്ലോ, അത് ഖൈറാണെന്ന് വിചാരിക്കേ വേണ്ട. അതാ എന്തിനേക്കാണ് ഖൈർ? മിൻ ഇൻഫാഖിഹിം, ഇൻഫാഖിനേക്കാണ് ഖൈർ. ഖൈറൻ എന്ന് പറയുമ്പോൾ താരതമ്യം ചെയ്യുമ്പോൾ രണ്ട് സാധനം അപ്പുറം ഒന്ന് വേണ്ടേ.
അപ്പൊ എന്തിനേക്കാണ് ഖൈറ്? ഇൻഫാക്കിനേക്കാണ്. ആ മൽ എന്ന് മാത്രമല്ല ഹുവ ഖശറുൻ ലഹും, അവർക്ക് ഷർറും കൂടിയാണെന്ന് എന്താക്കിയ മഫ്ഹൂം കൊണ്ട് തിരിച്ച് ബൽ അഹ്യാഉൻ അപ്പുറം പറഞ്ഞില്ലേ ആ ബുഖ്ലി. എന്തുകൊണ്ടാണ് ഷർറായത്? ലിസ്തിജ്ലാബിൽ ഇഖാബി അലൈഹിം, അവർക്ക് ശിക്ഷയെ അത് ഉണ്ടാക്കി തീർക്കുന്നതുകൊണ്ട്. ആ എന്താണ് ശിക്ഷ? സയുതബ്ബഖൂന മാ ബഖിലൂ ബിഹി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവർക്ക് എന്താക്കും? അവരെ കെഴുത്തി കെട്ടിക്കൊടുക്കുന്നവർ. കൗക്ക് എന്ന് പറഞ്ഞാൽ കെഴുത്തി കെട്ടുന്ന നെക്ലസിനെ അറിയില്ലേ? ഓരോ ആഭരണത്തിന് ഓരോ ഇനമുണ്ട്. കാൽമേലിടുന്നതിന് ഒരു പേരുണ്ട്, കൈമേലിടുന്നതിന് വേറൊരു പേരുണ്ട്, കാലുമിലിടുന്നതിന് പേരുണ്ട്, ബെല്ലുമിടുന്നതിന് പേരുണ്ട്, കെഴുത്തിലിടുന്നതിന് പേരുണ്ട്, തൗക്ക്. അപ്പം ഇവർ ബഹീത്തരം കാട്ടിയ സാധനം എന്താക്കും? ഓരോ കെഴുത്തി തന്നെ കെട്ടിക്കൊടുക്കുമെന്നാണ് പറഞ്ഞത്. ഈ കെഴുത്തി കെട്ടിക്കൊടുക്കുക എന്ന് പറഞ്ഞത് ഹഖീഖത്താണോ മജാസാണോ? ഹഖീഖത്ത് എന്ന് പറഞ്ഞാൽ അതിനെന്താക്കുക? ആഭരണ രൂപത്തിലാക്കിയിട്ട് ഇവരെ കെഴുത്തി തന്നെ കെട്ടിക്കൊടുക്കുക, ഹഖീഖത്തായി. അല്ലെങ്കിൽ അതിൻ്റെ കുറ്റഭാരം ചുമത്തുക എന്നുണ്ടില്ല, അത് ഓൻ്റെ കൈമ തന്നെ കൊടുത്തേ, അല്ലെങ്കിൽ ഓൻ്റെ തലി തന്നെ വെച്ച് കൊടുക്കുന്ന പറഞ്ഞാൽ തലി വെക്കാനൊന്നും ഉണ്ടാവില്ല, ഓൻ്റെ പേരിൽ ചാർത്തുക, അങ്ങനെയാണോ? അപ്പോൾ മജാസായി. ഇത് കഴിയുന്നത്ര എന്താക്കണം? മജാസാക്കാതെ ഹഖീഖത്തുമ്പോൾ തന്നെ ഒപ്പിക്കണമെന്നാണ്. എന്തുകൊണ്ട്? വേറെ ദലീലുണ്ടാവും, ഇത് ഹഖീഖത്താണോ മജാസാണോ ആക്കേണ്ടത് എന്നുള്ളതിന്. അപ്പോൾ വേറെ ഹദീസുകളെ കണ്ട് പരിശോധിക്കുമ്പോൾ ഇത് ഹഖീഖത്ത് തന്നെയാണെന്നാണ് വരുന്നത്. ഉസൂൽ തഫ്സീർ എന്താണ്? വന്നുസൂസു തുഹമ്മലു അലാ ലവാഹിരിഹ, ആയത്തുകളാവട്ടെ ഹദീസുകളാകട്ടെ എന്താക്കണം? അത് ലാഹിമ തന്നെ ചുമത്തേണ്ടതാണ്. മാലം യസ്രിഫ് അന്ന ദലീലും ഖത്ഇയ്യുൻ, അനിഷേധ്യമായ ദലീല് അത് തട്ടിത്തിരിക്കാത്ത കാലത്തോളം എന്താക്കണം? ഹഖീഖത്തുമ തന്നെ ചുമത്തണം. അപ്പൊ തൗക്ക് തന്നെയാന്നത് അതാ. അപ്പൊ സയൽസമൂന വബാല മാ ബഖിലൂ ബിഹി, അവർ ബഖീൽ തരം കാട്ടിയ ഒന്നിൻ്റെ ആ ബുഖലുണ്ടല്ലോ, അതിൻ്റെ വബാല് അവരെ ചുമതലയിൽ തന്നെ ചേരും എന്നാണ്. ഇപ്പം എന്തായി? ഇത് മജാസാക്കിയിട്ടുള്ളത്. ഇൽസാമ തൗഖിഫിർ റഖബത്തി, കഴുത്തിൽ തൗക്ക് കെട്ടിക്കിടക്കുന്നില്ലേ എന്നതുപോലെ. പക്ഷേ മൂപ്പർ എന്താക്കുന്ന ഹഖീഖത്തുമ്മിലാക്കണം എന്നാ പറയുന്നത്. വ അലാ ഹഖീഖത്തിഹി എന്നാ അത് ഹഖീഖത്തുമ്മ തന്നെ ചുമത്തണം. വഅന്നഹും യുതവ്വഖൂന ഹയ്യതൻ, പാമ്പായിട്ട് അവരെ കെട്ടിക്കൊടുക്കുമെന്ന് ഹദീസ് വന്നിട്ടുണ്ട്. ആ തൗക്കം മിന്നാർ, അല്ലെങ്കിൽ നരകത്തിലുള്ള ഒരു ആഭരണം, ഒരു കെട്ടിക്കെട്ടുന്ന ആഭരണമാക്കും. അപ്പോൾ അത് ഹഖീഖത്താക്കാൻ കാരണം എന്താ? ഇസ്തിദ്ലാലം ബിൽ ഹദീസി, ഹദീസ് കൊണ്ട് നമ്മൾ തെളിവെടുത്തിരിക്കുന്നു. അപ്പോൾ മജാസാക്കേണ്ട ആവശ്യമില്ല, ഹഖീഖത്ത് തന്നെ. ആ ഹദീസ് പഠിത്ത് വരും. വലില്ലാഹി വഹദഹു, വലില്ലാഹി അല്ലാഹു തആലക്ക് മാത്രമുള്ളതാണ് എന്ന്. എന്തിനാ? മീറാസുസ് സമാവാതി മുബ്തദാ മുഅഖറൻ, ലില്ലാഹി എൻ്റെ ഖബർ മുഖദ്ദമാണ്. തർക്കീബ് പറഞ്ഞാൽ മീറാസുസ് സമാവാതി എന്ന് പറഞ്ഞാൽ എല്ലാവരും അധികാരം ഒഴിഞ്ഞിട്ട് പോകുന്ന സമ്പത്തല്ലോ, ഇത് ആദ്യം തന്നെ അല്ലാഹുവിൻ്റെതല്ലേ, ഇത് നമുക്ക് ചെറിയത് ഉപേക്ഷിച്ച് പോകുമ്പോൾ എന്താകും? മീറാസ് എന്നതിന് പേര് വരുന്നത്. ഒഴിഞ്ഞു പോയാളെ വക്കുന്ന കിട്ടിയതിൻ്റെ മീറാസാലിക്കാന്ന് അള്ളാക്കാന്നാ പറഞ്ഞു. അവകാശികൾ ബാക്കിയുണ്ടെങ്കിൽ ഇത്രക്ക് 1/2, 1/3, 1/4 രൂപയിൽ വെച്ചെടുത്തോ, അവരും പോയാൽ പിന്നെ ആരാണ്? അള്ളാഹ്. ഈ തൽക്കാലുള്ള ഒരു ഇഖ്തിസാസ് മാത്രം. അപ്പം എന്താക്കി? ആ ഖബർ മുന്തിച്ചിട്ട് ലില്ലാഹി, ലില്ലാഹി എന്താക്കും? അള്ളാഹ്ക്ക് മാത്രമാണ് ഹസ്ർ വരും. അതാണ് ലാ ലി അഹദിൻ ഗൈരിഹി എന്ന് ഉപ്പർ കൊടുത്തല്ലോ. മനസ്സിലാക്കുന്നുണ്ടാവും. ഒരു കലിമത്ത് മനസ്സിലാക്കി അത്ര കണ്ട് ഖൈറയില്ലേ. അപ്പം ഇത് അള്ളാഹിൻ്റെ സ്വത്താണ്, തൽക്കാലം വല്ല കൈമപ്പിടിക്കാൻ കൊടുത്തുന്നാണ് അവൻ പറയില്ലേ. ആടെ വെക്ക് കേട്ടാ, പിന്നെ ഞാൻ ആർക്കെല്ലാം കൊടുക്കാൻ വേണ്ടി ചെക്ക് തിരുവർക്കെല്ലാം കൊടുക്കണം. അപ്പം ചെക്കിൽ വന്ന പൈസ കൊടുക്കുന്നില്ല. അതന്നെ ഇപ്പം നടന്നത്. ഐ മാ യതവാറസുഹു അഹ്ലുഹുമ, എന്താണ്? ആകാശത്തിങ്ങളുടെയും ഭൂമിയുടെയും മീറാസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ആകാശം എന്നുള്ള ജമാതായ സാധനമല്ലേ, അർന്നും ജമാതല്ലേ. ജമാതിനുണ്ട് അവകാശം,
അതിൻ്റെ അർത്ഥം ആകാശങ്ങളിലും ഭൂമികളിലും താമസിക്കുന്ന ആളുകൾ പരസ്പരം അനന്തരമായി കൊടുക്കുന്നുണ്ടല്ലോ. ഉപ്പം മരിച്ച മക്കൾക്ക് ഇത്ര, ഭാര്യ മരിച്ച മാപ്പിളക്ക് ഇത്ര എന്നെല്ലാം പറയുന്നത് ഇത് അള്ളാഹിൻ്റെ അവകാശമാണ്. മീൻ മാലി വകരി, അത് സത്വമാകാം കയറുവാകാം. ഫമാലഹും, പിന്നെന്താണ് ഇവർക്ക് പറ്റിയത്? യബ്ഖലൂന അലൈഹി ബിമിൽക്കിഹി, അള്ളാഹുവിൻ്റെ മിൽക്ക് ഉപയോഗിച്ച് ഇവർ ബഖീൽത്തരം കാട്ടുന്നതിന് എന്താ അർത്ഥമുള്ളത്? വലാ യുൻഫിഖൂനഹു ഫീ സബീലിഹി, അള്ളാഹിൻ്റെ ഫീ സബീൽ അത് ചെലവാക്കുന്നില്ല. അത് ഒരർത്ഥം. ഔ അന്നഹു യൂരിസു മിൻഹും മാ യുംസികൂനഹു, അവർ ഇംസാക്ക് ചെയ്ത വസ്തു ഉണ്ടല്ലോ അത് അവർക്ക് മരിക്കുമ്പോൾ കൊണ്ടുപോകുമോ? മരിക്കോളം പെട്ടി സൂക്ഷിച്ച് അവിടെ വെച്ച് കൊടുക്കാണ്ട് മരിക്കുമ്പോൾ എന്താ കൊണ്ട് പോക്ക്? മനുഷ്യ, നീ എത്ര കാലം ഗൾഫിൽ പോയിട്ട് അധ്വാനിച്ച്? 40 കൊല്ലം. എന്തൊക്കെ ഉണ്ടാക്കി? അവിടെ ബിൽഡിംഗ് ഉണ്ടാക്കി, ഇവിടെ തോട്ടം ഉണ്ടാക്കി, അവിടെ അങ്ങനെ ഉണ്ടാക്കി, ഇവിടെ സൂപ്പർ മാർക്കറ്റ് ഉണ്ടാക്കി, അല്ലേ? പോകുമ്പോൾ എന്തെല്ലാം ഉണ്ടപ്പോക്ക്? നസീബുക മിമ്മാ തജ്മഉ ദഹ്റ കുല്ലഹു, നിന്റെ ജീവിതകാലം മുഴുവനും അധ്വാനിച്ചെന്ന് നിനക്ക് കിട്ടുന്ന ഓഹരി എന്താന്ന്? ഇയാൾ വെറുതെ അങ്ങനെ നഗ്നനായിട്ട് വന്നേക്കാൻ കഴിയുമോ? 1-2 തുണി, വെള്ള തുണി വാങ്ങിപ്പാ, അല്ലേ? ഏറി പറഞ്ഞാൽ 3 വെള്ള തുണി കിട്ടും. 3 വെള്ള തുണിക്ക് ഇപ്പം എത്രയാന്ന്? ഏറി പറഞ്ഞാൽ 600 രൂപ, അല്ലേ? ഒരാളെ പൊതിയാനുള്ള തുണിക്ക് ഒരു പീസിന് എത്ര വേണ്ടി? പോട്ട് ഒരു 300 കൂട്ടിക്കോ, ഒരു 350. 3 തുണിക്ക് 1000 രൂപ. തുന്നറജ് ഫീഹിമ, അത് തന്നെ പൊതിയും. പിന്നെന്താണ്? കെട്ടാനുള്ള കുറച്ച് നാടകമാണ്, അതിൽ തന്നെ ചീന്തിയിട്ടുണ്ടാക്കാല. പിന്നെന്താ വേണ്ടത്? കുറച്ച് പഞ്ഞി, അത് മൂക്കിലും വയലിലും വെക്കാൻ. അതിനപ്പുറം എന്താ കൊണ്ട് പോക്ക് പറഞ്ഞ? പോയിക്കോ, ബാക്കിയെല്ലാം ഞമ്മക്ക്. അപ്പം നീ ബഖീൽത്തരം കാട്ടി അധ്വാനിച്ച് ഇവിടെ വെച്ചത് എനിക്കൊന്നും കിട്ടിയിട്ടില്ല. പരലോകത്ത് പോയാൽ അതിൻ്റെ കിട്ടിയ കൂലിയുമില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസും പറഞ്ഞത്, മനുഷ്യൻ പറയും മാലി മാലി, എൻ്റെ പൈസ എൻ്റെ പൈസ എൻ്റെ പൈസ. നിൻ്റെ പൈസ കൊടുത്തോടാ. നിൻ്റെ പൈസ എന്ന് പറഞ്ഞാൽ നീ എന്താക്കണം? അത് അനുഭവിച്ചിട്ട് ലാസ്റ്റ് വരെ ഉപയോഗിച്ചിട്ട് ഇനി ഒന്നും ഉപയോഗിക്കാൻ കഴിയാത്തതിൻ്റെ ആയത്തെത്തിയാൽ അത് നിൻ്റെ എന്ന് പറയാം. തിന്ന് കൈമൽ പ്ലേറ്റിൽ വെച്ചത് കൊണ്ട് നിൻ്റെ ഭക്ഷണമല്ല, അല്ലേ? കൈമ ഭാര്യ കൊണ്ട് നിൻ്റെ ഭക്ഷണമാകുമോ? ബായിലിട്ടത് കൊണ്ട് ഭക്ഷണമാകുമോ? ഉടനെ ഒരു ഛർദിയോ ഒരു വരയോ വന്നാൽ എല്ലാം പുറത്തുമില്ലേ, പാക്കം കൊണ്ടുപോയില്ലേ? അത് വയറ്റിലെത്തിയാലും പറ്റൂല. വയറ്റിലെത്തിയിട്ട് എന്താക്കണം? അഭിനയിത്ത, അത് ദഹിച്ചിട്ട് അത് ഊർജമായി മാറി ചണ്ടിയും മുണ്ടിലും വേർതിരിച്ചാൽ മതി. ആ പൊടി ഭക്ഷണം എനിക്കെന്ന് പറയാം. ഒരു സാധനം ധരിച്ച് ഇനി അത് ഉടുക്കാൻ കഴിയാത്ത ചുറ്റോടെ വന്നാൽ പറയാം. അല്ലെങ്കിൽ തുന്നിട്ടവിടെ കൊണ്ടുവച്ച് തേച്ചട വെച്ചാൽ നീ ധരിച്ചോളുന്നുണ്ടോ? മറ്റെന്താന്ന്? നീ ചെലവാക്കിയിട്ട് എന്താക്കും? ഭക്ഷണത്തിൽ കൂലി കരുതുക, അല്ലാതെ നേർച്ചപ്പെട്ടിട്ട് കൊടുക്കും, അത് നിന്നത്. ബാക്കിയോ? ബാക്കി ഇവർ കാത്തേക്കുന്നുണ്ടാവും. താക്കോലടയുള്ളത് ആർക്കല്ല പകുതി വണ്ടി, ആർക്കല്ല 1-2 വണ്ടി, ആർക്കല്ല വണ്ടി, ഇനി ആർക്കും കൊടുക്കാണ്ട് തേച്ച് വഹിക്കുന്ന ഒരു നാളുണ്ടാവും. അവതാണിത്. വലില്ലാഹി മീറാസു സമാവാത്തി, എന്താ? മാ യുംസികൂനഹു വലാ യുൻഫിഖൂനഹു, അവർ ചെലവാക്കുന്നില്ല. അപ്പം ഇന്ദ ഹലാക്കിഹിം, ഇവർ ഹലാക്കാകുന്ന നേരത്തെന്താകും? മറ്റുള്ള ആള് അള്ളാഹ് പറഞ്ഞ പ്രകാരം ഓഹരി വെച്ചെടുക്കുന്നുണ്ടാകും. അപ്പോൾ മറ്റുള്ള ആക്കാതെ പൈസ ഇവരുണ്ടാക്കിയത്. ഈ ചെലവാക്കാതെ മരിച്ച കൂട്ടർക്ക് ഹസറത്തും നദാമത്തും ഇവിടെ ബാക്കി. എന്തിനാ പഠിച്ചത്? വെയിലത്ത് പോയിട്ട് ഞാനവിടെ ഗൾഫിൽ പോയിട്ട് പട്ടിണി കിടന്ന് രാവിലെ എണീച്ചാൽ രാത്രിയാകുന്നവർ ഇരിക്കാൻ കൊടുക്കില്ല ഉസ്താദേ. പിന്നെ മുട്ട് മടക്കാൻ നോക്കുമ്പോൾ മടങ്ങുന്നില്ല. കാരണം മുട്ട് പറഞ്ഞോലോ ഇതുവരെ നീ മടക്കിയിട്ടില്ല, ഇപ്പം മടക്കണ്ട. സിംഗത്തൂരിൽ താമസിക്കുന്ന ഒരാൾ നമ്മൾ അങ്ങോട്ട് പറയലുണ്ട്. അല്ലപ്പാ എന്താ നേരമ്പളത്തെ വൈകുന്നേരമോളം നിന്ന് പണിയെടുത്ത്, അപ്പോൾ മുട്ട് മടക്കാൻ ആഗ്രഹിക്കുമ്പോൾ മുട്ട് പറയുന്നുണ്ടെന്ന് എന്നെ മടക്കണ്ട, അങ്ങനെ തന്നെ നോട്ട് മടങ്ങൂല. നിന്നിട്ടുണ്ടാകുമോ? നിസ്കാരം ചെയ്യാമോ? അത് തന്നെ റുക്കു അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം.
ഈത്തിദാലും തന്നെ, സുജൂദും അങ്ങനെ തന്നെ. ഒറ്റ ഖിയാം കൊണ്ടാണ് എല്ലാ അർക്കാനും ഒപ്പിക്കുന്നത്. ഇത്രത്തോളം അധ്വാനിച്ച് ചിലപ്പോൾ നന്നാ വിട്ടുന്നുണ്ടാവും പോലും ബാത്റൂമിൽ പോകാൻ. പക്ഷേ കച്ചവടക്കാരെ മടക്കാൻ കഴിയുമോ? ഞാൻ തുറീച്ച് പറ്റെന്ന് പറയാൻ കഴിയുമോ? വെച്ച് വയ്യത്തിലൊക്കെ മരുന്ന് കുടിച്ചാലും കൂടെ ഭാര്യ എന്താ പറയുന്നത്, ഞാൻ പോകില്ല, ഞാൻ പുറത്ത് പോകാൻ കഴിഞ്ഞപ്പോൾ എന്നെ പോകാൻ വിട്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇനി പോവുക വേണ്ട. ഇതെല്ലാക്കിയിട്ട് പൈസ ഒരുമിച്ച് കൂട്ടിക്കായിരിക്ക് മറ്റൊരിക്ക് ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല, തോന വന്നിട്ടും എൻ്റെ പൈസയും കൊണ്ടാണ്. അപ്പം ഇതിനല്ലേ ഹസ്റത്തുൻ നദാമത്തു. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. നിങ്ങൾ എന്താണോ പ്രവർത്തിക്കുന്നത് അല്ലാഹു തആല ഖബീറാണ്. അലീമിനെ കാണാ, അമല കാണാ, ഇത് ഖബീർ. അപ്പം അള്ളാഹുവിൻ്റെ ഇൽമ ഏതാണ്? ഖബീറായ ഇൽമം. എല്ലാത്തിനെ പറ്റിയും അതിൻ്റെ ഏറ്റവും സെറ്റ്, അതിൻ്റെ ഒരു തറഫ് പോലും ഒഴിവാവാതെ പൂർണ്ണമായ അറിവിൽപ്പെടലാണ് ഇത് ഖബീർ. അതെന്തുണ്ട്? രണ്ടാക്കും ഇതാണ്. കൊടുക്കാണ്ട് വെക്കുന്നവനെ പറ്റി അതും അറിയാം, കൊടുക്കുന്നവനെ പറ്റി അറിയാം. അതാണ് മിനൽ മന്നി വല്ലേറ്റായി. മന്നാരാന്ന് ഈ ബഖീൽ തരം കാട്ടിയാള്, ഏത്താകാര കൊടുത്താള്. അപ്പോൾ വിജാസിക്കും അല്ലാതാലിക്ക് അതിനനുസരിച്ച് പ്രതിഫലം അല്ലാഹു തആല നൽകുകയും ചെയ്യും. അപ്പം ഇപ്പം ഒരു ഹദീസ് വരും എന്ന് പറഞ്ഞില്ലേ? അപ്പം എന്താണ് ഈ ആയത്ത്? ഹഖീഖത്ത് തന്നെയാണ് കഴുത്തില്. അത് അതിപ്പം ഇതിലില്ലേ, ഇർഷാദുൽ ഇബാദിലുണ്ട് ഒരു ചരിത്രം വന്നിട്ട്. ഒരു മഹാനായ ഒരാളെ കാണാൻ പോയി, കുറച്ച് സാലിഹ്യങ്ങളായ ആളുകൾ. ഇർഷാദ് നല്ല കിതാബ്, നിങ്ങൾക്ക് ആ കിതാബ് സംഭവിച്ചു. അത് ഇർഷാദ് പുള്ളറോന്ന കിതാബ് എന്ന് പറഞ്ഞാൽ തള്ളേണ്ട സാധനമൊന്നും അല്ല. അത് അതിൻ്റെ മൂല്യം തന്നെയാണ്. അധികം ആളും ജാഹിലീങ്ങളെ തള്ളിക്കളയുന്നുണ്ട്, അത് മൂല്യമുള്ളതുകൊണ്ടാണ് തള്ളുന്നത്. പത്രക്കെട്ടിന് മാസത്തേക്ക് ഇത്ര വലിയ മൂല്യം കിട്ടുന്നതുകൊണ്ടാണ് ജാഹിലീങ്ങൾ ഉപയോഗിക്കുന്നുണ്ടാകുന്നത്. ഇഹജാവുൽ അമ്മദീൻ തള്ളുന്നതുകൊണ്ടാണ് അതിൻ്റെ മൂല്യം ഉള്ളതുകൊണ്ടാണ്. മറ്റേ ജാഹിലീങ്ങൾക്ക് വലിയ ഇഷ്ടമല്ലേ? സഭയ്ക്ക് എത്തിക്കുമ്പോൾ ഗേറ്റിനടുക്കുമല്ലോ പത്രം പോകുന്നുണ്ട് തോന്നുന്നു. ആ മുസാഫിൻ്റെ മുകളിലും കൂടി വെക്കൂ. ആ അത് മനസ്സിലായ? ഒരു മഹാനെ കാണാൻ പോയി ഇവർക്ക് പേരെനിക്ക് എപ്പോൾ ഓർമ്മ ഉണ്ടാകുന്നു. മൂപ്പറ് പറഞ്ഞ് അടുത്ത വീട്ടിൽ നിന്ന് 2 ദിവസം ഒരാളെ മരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് അവിടെ പോയിട്ടൊന്ന് തഹസിയത്തുവാക്കാം, ഒന്ന് എന്തെങ്കിലും ഓതിയിട്ട് ഹദിയ ചെയ്തിട്ടെല്ലാം വരാം, നമുക്കെല്ലാം അല്ലേ ഇപ്പം എന്നാ ബിരുന്ന് അറിയും കൂട്ടി ചെയ്യുമെങ്കിൽ. അവിടെ പുരയിൽ കയറി നോക്കുമ്പോൾ ആ പുരക്കാരൻ്റെ മരിച്ച ആളെ അനിയനുണ്ട്. അയാൾ കരച്ചലെന്ന് ഇപ്പം മരിച്ച സമയം അങ്ങനെ ഇങ്ങോട്ട് മറാടി വന്നെന്ന് മുമ്പിൽ കരച്ചൽ. എന്ത് സമാധാനിപ്പിച്ച് അയാൾക്ക് കരച്ചിൽ നിൽക്കില്ല. എന്തെല്ലോ തഹസീത്താക്കി നോക്കുമ്പോൾ പയ്യൻ പറഞ്ഞു എല്ലാവരും മരിക്കില്ലട, അങ്ങനെ എത്ര ആൾ മരിക്കും, ഇങ്ങനെ ഉണ്ടോ ജി? അതിനൊന്നല്ല കരയുന്ന ഷെയ്ഖേ, എനിക്കൊരു അനുഭവം. നിൻ്റെ അനുഭവം പറ. അതാ എല്ലാവരും മരിച്ചു പിരിഞ്ഞ്, എല്ലാവരും മറാടി പിരിഞ്ഞിട്ട് കുറച്ചും കൂടി അവിടെ നിന്നിട്ട് കുറച്ച് ദ്വാരണൊക്കെ വെച്ചിട്ട് ആളം പോയ ശേഷം ഞാൻ നിന്നപ്പോൾ കാപ്റ്റൻ്റെ ഉള്ളിൽ നിന്ന് തറക്കോനി വഹീദ എല്ലാവരും എന്നെ ഉപേക്ഷിച്ച് ഒറ്റക്കിട്ടിട്ട് പോയി, ഞാൻ എൻ്റെ അതാബ് കഴിഞ്ഞു കൊടുന്നില്ല പറഞ്ഞ് അതിനുള്ള ഇന്നലെ പുള്ളിയും മട്ടഹാസവും കാബറിൽ നിന്ന് കേട്ടപ്പോൾ എനിക്ക് ബേജാറായിപ്പോയി. എന്താ ഇവിടെ സംഭവം എന്നറിയാൻ വേണ്ടി ഞാൻ എന്താക്കി മൂട്ടുകൾ തുറന്നു. മൂട്ടുകൾ നടന്നപ്പോൾ അയാൾ കഴുത്തിൽ ഈ സൈത്തം വക്കൂന ഇതിൻ്റെ നരകത്തിനാലുള്ള ഒരു തൗക്കാണ് കാണുന്നു. അവസാനം ഞാനെന്താക്കി, അവനെ എങ്ങനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് കൈ നീട്ടിയിട്ട് വലിച്ചു നീക്കാൻ. അവൻ്റെ കൈ പൊള്ളിപ്പോയി, എന്നിട്ട് തുണി പോയിൻ്റെ കൈയും കാണിച്ചു കൊടുത്തില്ല, പൊള്ളിപ്പോയതാണ്. അപ്പം എന്താകും, ബർസഖിയായ മാനവീയായ ചില കാര്യം എന്താക്കും, ചില മഹസൂസായിട്ട് കാണും, ചില യഖീനുണ്ടാക്കാൻ. എപ്പോഴും കണ്ടോളുന്നില്ല. അപ്പോൾ വലാക്കില്ല തഷ്റൂന എന്ന് പറഞ്ഞത് അതിൻ്റെ എന്താണ് ഗാലിബായ അഹ്വാലാണ്. ചില പ്രത്യേക സാഹചര്യത്തിൽ എന്താക്കും, അതുകൊണ്ട് കൈ പൊള്ളിപ്പോയതാണെന്നുകൊണ്ട് കൈ തുണി കൊണ്ട് ചുറ്റിയിട്ടുള്ളത് തുറന്ന് കാണിച്ചു കൊടുത്തു. അത് നോക്കി കാണാം.
ആ പേരിപ്പോൾ ഉണ്ട്, അർബാനി എന്നായ പേരിൻ്റെ ബാക്കിയിലുണ്ട്. അതാ മൻ ആതാഹുല്ലാഹു മാലൻ, അള്ളാഹു തആല ഒരാൾക്ക് മാല് കൊടുത്ത് ഫലം യുഅദ്ദി സകാത്തഹു, സകാത്ത് കൊടുത്തില്ല, എന്നാലോ മുസ്ലില ലഹു യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ അതിനെ രൂപപ്പെടുത്തും ശുജഅൻ നഖറഅ, വലിയ ഒരു പാമ്പാക്കിയിട്ട്, ലഹു സബീബത്താനി, അതിന് കുത്തുന്ന തേറ്റുണ്ട്, യുതവ്വഖഹു, എന്നിട്ട് ആ പാമ്പിനെ കെട്ടി കെട്ടിക്കൊടുക്കും യൗമൽ ഖിയാമത്തിൽ. സുമ്മ യഖ്റു ബിൽഹിസ്മതൈഹി, അവൻ്റെ രണ്ട് പള്ളക്കും അത് പിടികൂടും. ലിഹിസിമത്ത് എന്ന് പറഞ്ഞാൽ എന്താ, ബിശിദ്ഖൈഹി, അവൻ്റെ രണ്ട് പള്ള. സുമ്മ യഖൂലു, എന്നിട്ട് പറയും അനമാലുക്ക്, ഞാനാണല്ലോ നിൻ്റെ മുതൽ, കണ്ടാ, ഞാനാണ് നിന്നെ കൻസ് എന്ന് ഹദീസ് പറഞ്ഞു. സുമ്മ തലാ എന്ന് പറഞ്ഞാൽ തലാരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓതി. വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു എന്ന ആയത്ത് ഈ ഹദീസിന് ഇസ്തിദ്ലാലായിട്ട് ഓതി. എന്നില്ലേ, വഫീ റിവായത്തിൻ, മറ്റൊരു റിവായത്തിലുള്ളത് യജ്അലു മാ ബഖല ബിഹി, അവൻ ബഖീൽത്തരം കാട്ടിയ ഒന്നിനാക്കും മിന സകാത്തിനാൽ ബഖീൽത്തരം കാട്ടിയില്ലേ, ഹയ്യത്തൻ, പാമ്പാക്കും. അപ്പം നേരത്തെ ഹദീസിൻ്റെ ആശയത്തിലൊന്നാണ്. യുതവ്വഖുഹാ ഫീ ഉനുഖിഹി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവൻ്റെ ഉനുക്കിൽ തൗക്കാക്കി മാറ്റും. എന്നിട്ടോ തൻഹശുഹു മിൻ ഖർനിഹി ഇലാ ഖദമിഹി, അവൻ്റെ തല മുതൽ കാല് വരെ അതിങ്ങനെ കൊത്തിക്കടിച്ചുകൊണ്ടിരിക്കും. വതൻഖുറു റഅ്സഹു, അവൻ്റെ റഅ്സിന് കൊത്തും. വതഖൂലു, എന്ത് പറയും, അനമാലുക്ക്, ഞാൻ നിൻ്റെ മുതലാണ്, വേറെ പാമ്പൊന്നുമല്ല. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ റജുലിൻ യകൂനു ലഹു ഇബ്ലുൻ ഔ ബഖറുൻ ഔ ഗനമുൻ, അതെന്താക്കി, സക്കാത്ത് കൊടുക്കപ്പെടേണ്ടുന്ന മുതലിൻ്റെ കുറച്ച് ഇനങ്ങൾ തഫ്സീലാക്കിയതേ ഉള്ളൂ. സക്കാത്ത് വളരെ വിശാലമായി കിടക്കുന്നു. അതിലുള്ള സക്കവിയായ മാലുണ്ടല്ലോ, ഏതാണ്, അൻആം, ഒട്ടകമുണ്ട്, ബക്കറുണ്ട്, ഗനമുണ്ട്. ലാ യുഅദ്ദി ഹഖഹ, അതിൻ്റെ ഹക്ക് കൊടുക്കൂല. ഇല്ലാ ഉതിയ ബിഹാ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അതിനൊക്കെ കൊണ്ടുവരപ്പെടും. അഅ്ലമ മാ തകൂനു മസ്മനഹു, എത്ര കണ്ട് അതിനെ തടിപ്പിക്കാനും വലിപ്പാക്കാനും കഴിയും, അത്ര വലിപ്പത്തിൽ. എന്നിട്ടോ തതഉഹു, ഇവനത് ചവിട്ടുന്ന ബിഅഖ്ഫാഫിഹ, അതിൻ്റെ കുളമ്പ് കൊണ്ട് ഇവനെ ചവിട്ടാനാണ്. അപ്പം അതിനെന്താക്കി, തടിപ്പിച്ച് തന്നെ തൂക്കം കൂട്ടി, അല്ലെങ്കിൽ ചെറിയ ചവിട്ടായി പോകല്ല. വതൻഹതുഹു ബിഖുറൂനിഹ, കൊമ്പുമ്പോൾ ഉണ്ടെന്താക്കും, കുത്തും അതിനെ. കൊല്ലമാ ജാസത്ത് ഉഖറാഹ, അവസാനത്തത് കഴിഞ്ഞ് പോയ ആദ്യത്തെ തിരിച്ചു വരും, പിന്നെ അങ്ങനെ റൗണ്ടാക്കലാണ്. റുദ്ദത്ത് അലൈഹി ഊലാഹ, ആദത്തിനെ കൊണ്ടുവരും. ഹത്താ യുഖ്ളാ ബൈനൻ നാസ്, ജനങ്ങളുടെ ഇടയിൽ തീരുമാനിക്കപ്പെടുന്നത് വരെയും തുടരും. അൽ ഹദീസു അഖ്റജഹു ശൈഖാനി വന്നസായി വബ്നു മാജ, അപ്പോൾ പ്രബലമായ ഹദീസായി. ശൈഖാനുണ്ടല്ലോ ഇല്ലേ. ഇതാണ് ഈ ഹദീസ് വെച്ചുകൊണ്ടാണ് മുപ്പറന്താക്കിയത് ആയത്ത് ഹഖീഖത്ത് തന്നെയാണ് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഫമൻഉ സകാത്തി സബബുൽ ലിഖാബി ഫിൽ ഉഖബാ, സക്കാത്ത് കൊടുക്കാതിരിക്കൽ എന്നുള്ളത് ആഖിറത്തിൽ വമ്പിച്ച ശിക്ഷയ്ക്ക് കാരണമാണ്. ഏതുപോലെ കമാ അന്ന ഈതാഅഹ സബബുൽ ലിസ്സവാബി ഫിൽ ഉഖ്റാ, സക്കാത്ത് കൊടുക്കൽ എന്നുള്ളത് പരലോകത്ത് വലിയ സവാബിൻ്റെ കാരണവുമാണ്. മാത്രമല്ല വഹിസുനുൽ ലിമാലിഹി, മുതലിന് ഒരു കോട്ടയാണ്. മുതലിന് അപ്പത്തൊന്നും വരില്ല, കള്ളം കക്കൂല, ബാലിമ വന്നിട്ട് ആക്ഷൻ പിടിക്കൂല. ഫിദ്ദുന്യ വഫിൽ ആഖിരി, ഒരു ഹസറിലുണ്ട് ഹസ്സിനു അംവാലക്കും ബിസ്സക്കാത്തി, നിങ്ങളുടെ സ്വത്തിനെന്താക്കണം, നിങ്ങൾ കാവൽ ഏർപ്പെടുത്തണം സക്കാത്ത് കൊടുത്തുകൊണ്ടിട്ട്, അല്ല കാക്കലാണ്. വദാവു മറന്നാക്കും ബിസ്സദഖ, സദഖ ഉപയോഗിച്ചുകൊണ്ട് രോഗത്തിനെ ചികിത്സിക്കണമെന്ന് ഒരു മരുന്ന്. അത് വസ്തഈനു അലൽ ബലായി, ബലായിൻ്റെ മരുന്ന് അള്ളാഹിനോട് എന്താണ് സഹായത്തിന് തരണം. ബിൽ ദുആ, ദ്വാരക്കൽ കൊണ്ട്, ബലായി വന്നാൽ ദ്വാരക്കൽ, അതാണ് തീർന്നത്. لقد سمع الله قول الذين قالوا إن الله فقير ونحن أغنياء. അല്ലാഹു തആല കേട്ടിട്ടുണ്ട്
എന്തിനെ കേട്ട്? ഖൗലല്ലദീന, ഒരു കൂട്ടരുടെ കൗല്. ഖാലു, അവർ പറഞ്ഞതാണ്, കാലന്റെ മക്കൂലാണ് ഇത്, ഇന്നല്ലാഹ ഫഖീറും വനഹ്നു അഗ്നിയാഊ എന്ന് അവർ പറഞ്ഞ വാക്കാണ്. അവിടെ ഖുർആനിലുണ്ട് അല്ലാഹ് ഫഖീറാന്ന് ഓലോന്ന്, അങ്ങനൊന്നും തെളിവല്ല. ഈ കൂട്ടർ പറഞ്ഞതാണ്. ആ വാക്ക് അല്ലാഹു തആല കേട്ടിട്ടുണ്ടെന്നാ പറഞ്ഞത്. അത് ആരോടായി പറഞ്ഞത്? ഇപ്പോൾ പറയട്ടെ. കാലത്തുഹുൽ യഹൂദു, യഹൂദികളാണ് പറഞ്ഞത് അല്ലാഹ് ഫഖീറും നമ്മൾ അഗ്നിയാവുകയാണെന്ന്. എപ്പോൾ? ലമ്മാ സമിഉ ഖൗലഹു തആല, അല്ലാഹു തആലാന്റെ ഖൗൽ അവർ കേട്ട്, മൻ വല്ലദീ യുഖ്രിദുല്ലാഹ ഖർളൻ ഹസന, അല്ലാഹു തആലാക്ക് നല്ല ഖർളൻ ഹസന കൊടുക്കുന്ന, കടം കൊടുക്കുന്നവൻ ആരുണ്ട് എന്നൊരു ചോദ്യം. അപ്പൊ അള്ളാഹ്ക്ക് പൈസ ഇല്ലായിട്ട് നമ്മളോട് കടം വാങ്ങി എന്നുണ്ടാക്കി അർത്ഥം വെച്ചു. ഏതായാലും ഇപ്പോഴത്തെ മുത്തക്കബ്ബിറും ജബ്ബാരികൾ വെക്കുന്ന അതേ ശൈലിയിൽ ഞെക്കുന്നത് ഇത്ര ശൈലി. ഇത് ജൂതന്മാരെ പാരമ്പര്യാന്നേ. ഹദീസിന്റെ ലാഹിൽ അതൊക്കെ പിടിച്ചിട്ട് എന്താക്കും, അങ്ങനെ തന്നെ അർത്ഥം വെച്ചിട്ടാണ് കൊണ്ടെടുത്ത്. ഞാൻ നെഹ്വാൻ ആരോ അയച്ചു കൊടുത്ത കൊണ്ടാന്നല്ലോ, അപ്പൊ അന്നെ മറുപടി ഉണ്ടാക്കി കൊടുത്തല്ലോ. വെറുതെ കുഫരിയത്ത് അടങ്ങിയെന്ന് പറഞ്ഞിട്ട് ഇതാന്ന് ആരും അറിയാണ്ട് പാടുന്ന് ഈ പറയുന്നാക്കി തിരിഞ്ഞല്ലോ കുഫരിയത്തുണ്ട് ചക്കനി. ഇപ്പോഴത്തെ സംഘടനയിൽ നിന്ന് പുറത്തു പോയതാണ്. 800 കൊല്ലായി ബുർദ ഓതുന്നു. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ അതിന് ശറഹ് ചെയ്തു. ഓർക്കൊന്നും തിന്നിട്ടില്ല. ഇവനിക്ക് തിരിഞ്ഞു പോലും അതിൽ കുഫരിയത്തുണ്ട്. അതുകൊണ്ട് ഓതുന്ന ആൾ ശ്രദ്ധിക്കണം. ഇനി ഓതാൻ പാടില്ല, നിങ്ങൾക്ക് അറിയാണ്ട് പെട്ടുപോയതാണെന്നല്ലാന്ന് എനിക്ക് വോയിസ്. ഇപ്പം ജീവിച്ചിരിക്കുന്ന ഒരു ചെക്കനാണ്. നവാസ് ഉസ്താദ് ആകെ ബേജാറായി. ഞാൻ പറഞ്ഞു ഇപ്പം മറുപടി, അപ്പം ബാങ്ക് കൊടുക്കാൻ സമയത്തില്ല, നമുക്ക് വയ്യ പറയുന്നു. അത് നമ്മൾ രാത്രി കിതാബ് പഠിപ്പിച്ചില്ലേ. എന്നിട്ട് എന്താക്കിയെന്നറിയോ? ഏതോ ഇബാറത്തിനെ കണ്ടം മുറിച്ചിട്ട് അത് മാത്രം എടുത്തു വെച്ച്, ഒന്നിന് ഒരു കലിമത്തിന് അർത്ഥം പറഞ്ഞത്, അർത്ഥം ഭാഷയിലും കൂടെ ഇല്ലാത്ത അർത്ഥം. വസ്തസ്കലഹു, ഈ ഇത് ഇഷ്കാല് കുടുങ്ങിയെന്നാന്ന് വെച്ചാൽ ഒരു അവ്യക്തത തോന്നി. അതിന് അയാളർത്ഥം കൊടുത്തത് ആക്ഷേപിച്ച് വിമർശിച്ച് പറഞ്ഞിരിക്കുന്നു എന്നാണ്. ഇസ്തസ്കലൊക്കെ വിമർശിച്ച് പറഞ്ഞു എന്ന് എവിടെ അർത്ഥമുള്ളത്? ഏത് ഭാഷയിൽ? ഇതിൻ്റെ അപ്പുറം എന്ന് മറുപടിയും പറയുന്നുണ്ട്. ഇതെല്ലാം കട്ട് മാറ്റിയിട്ട് എന്താക്കി എടുത്ത് വെച്ചിട്ട് കുഫിലെത്തുണ്ട്. വെറുതെ ഇന്ന് കാണുന്നതാ. കൊല്ലം 800ഓളായില്ലേ. എന്താ ചെയ്യാ ഈ ഈച്ചകളെ കൊണ്ട്? അപ്പൊ ലാഹിറ തന്നെ അള്ളാഹു തആലാക്ക് ആരാ കടം കൊടുക്കുന്നത്? അപ്പൊ അള്ളാഹ്ക്ക് നന്ന് കൈവഴിഞ്ഞിട്ട് ഒന്നും പൈസയിലേറ്റ് നമ്മളോട് കടം വാങ്ങി. അപ്പൊ അള്ളാഹ് സാധു നമ്മാരായി പണക്കാർ പോയില്ലേ. എന്നിട്ടോ ഇരട്ടിക്കായിട്ട് തിരിച്ചു തരാന്നും പറയാം. അപ്പൊ പലിശ അടക്കാന്ന് ചെയ്യുന്നു. അപ്പൊ അള്ളാഹ് പലിശ കൊടുക്കുന്നവനും നായി. മനസ്സിലായ? അപ്പൊ ഇന്ന് ഈ മുത്തക്കബ്ബിറും ജബ്ബാരികൾ ചെയ്യുന്ന അതേ പണി തന്നെയാണ് ജൂതന്മാരും ചെയ്തത്. وروي أنه عليه الصلاة والسلام كتب مع أبي بكر رضي الله عنه إلى يهود بني قينقاع. മദീനയിലുണ്ടായ 3 കബീലയാണ് ഏത്? ഒന്ന് ബനു ഖുറൈള, ബനു നളീർ, ബനു ഖൈനുഖാ, ജൂതന്മാരെ. അവിടത്തേക്ക് ഒരു എഴുത്തും കൊടുത്തിട്ട് അയച്ചു, യദ്ഉഹും ലിൽ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ. ശ്രദ്ധിക്കുന്നങ്ങളെ. ഫദഖല അബൂബക്കർ ദാത യൗമിൻ, അങ്ങനെ ഒരു ദിവസം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കയറി ബൈത മദ്രാസിഹി, അവരെ ക്ലാസ് എടുക്കുന്ന വീട്ടിൽ. ഫവജദ നാസൻ കസീറൻ മിനൽ യഹൂദ്, നമുക്ക് ധാരാളം യഹൂദന്മാർ അവിടെ ഉണ്ട്. ഖദ് ഇജ്തമഉ ഇലാ റജുലിൻ മിൻഹും, ഒരു അധ്യാപകനുണ്ട്. കേൾക്കുന്നുണ്ടോ? യുഖാലു ലഹു ഫൻഹാസ് ബിൻ അസൂറ, അദ്ദേഹത്തിന്റെ പേര്. വക്കാന മിൻ ഉലമാഇ, അയാൾക്കൂട്ടത്തിൽപ്പെട്ട വലിയൊരു മൈലാറാണ് ഈ ഫൻഹാസ്. ഫഖാല അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഫൻഹാസിനോട് പറഞ്ഞ്, ഇത്തഖില്ലാഹ വാസിലിൻ, ക്ഷണിക്കാനല്ല അയച്ചത്, നീ അല്ലാഹുക്ക് തഖ്വ ചെയ്യണത്, മുസ്ലിമാണെന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? ഫവല്ലാഹി ഇന്നക ലതഅലമു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം,
മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുൻ്റെ റസൂലാണെന്ന് എനിക്ക് നേരത്തെ അറിയാല. എന്തുകൊണ്ട് തൗറാത്തിലും എല്ലാം നമ്മുടെ റസൂലാണെന്ന് സമ്മതിക്കപ്പെട്ട കാര്യമല്ലേ, പിന്നെ നിന്നെ കാത്തുനിൽക്കുന്ന ഇസ്ലാം മരിക്കുമെന്ന് പറഞ്ഞു. യുദ്ഖലുക്കൽ ജന്ന, എന്നാൽ സ്വർഗത്തിൽ നിന്ന് പ്രവേശിപ്പിക്കും. പിന്നെ അല്ല വരിമറിയും അള്ളാഹിന്റെ വക്കൽ നിന്ന് ഹക്കുമായി വന്ന നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തജിദൂനഹു മക്തൂബൻ ഇൻദകും ഫി തൗറാത്ത്, തൗറാത്തിൽ വളരെ വ്യക്തമായി എഴുതപ്പെട്ടതായ ആ നബിനെ നിങ്ങൾക്ക് കണ്ടെത്തിക്കാൻ കഴിയും എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് ഫആമിൻ വസദ്ദിഖ്, വിശ്വസിക്കണം, നീ തസ്ദീഖാക്കണം. വഖലില്ലാഹ ഖർളൻ ഹസന, അല്ലാഹു തആല കടം കൊടുക്കണം എന്ന് പറഞ്ഞാൽ ദാനധർമ്മം ചെയ്യണമെന്ന് അർത്ഥം. അത് ശൈലി എന്താന്ന്, കടം കൊടുത്ത ആള് തിരിച്ചു തരുമല്ലോ, പറ്റ പോകുന്നില്ലല്ല. ആ രൂപത്തിൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതല്ല, നിങ്ങൾക്ക് തിരിച്ചു തരും എന്ന അർത്ഥത്തിനാണ് ഈ കർമ്മം ഉപയോഗിച്ചത്. യുദ്ഖിൽക്കൽ ജന്ന വയുളാഇഫു ലക്കൽ സവാബ്, സവാബ് വർദ്ധിപ്പിച്ച് ഇരട്ടിയായി തരികയും ചെയ്യും എന്ന് പറഞ്ഞു. എന്നിട്ടില്ലേ ഫഖാല ഫൻഹാസ് പറഞ്ഞ്, ഓനാരാന്നൊരു മുജയാണ്, ഞാൻ അബൂബക്കറെ തസ്അമ അന്ന റബ്ബന യസ്തഖിറു അംവാലന, നിന്റെ ഈ വാദപ്രകാരം അള്ളാഹു നമ്മളോട് കടം ചോദിക്കുന്നല്ലേ വന്നത് അല്ലേ? വമാ യസ്തഖിറു ഇല്ലൽ ഫഖീർ, അപ്പോൾ ഫക്കീറായ ആളല്ലാണ്ട് കടം ചോദിക്കുമോ? മിനൽ ഖനിയിൻ്റെ വക്കൽ നിന്ന്. അപ്പം നമ്മൾ ഖനിയും അള്ളാഹ് ഫക്കീറോ ഇല്ലേ എന്ന് വാഹിദ് നമ്മളെ കറക്റ്റല്ലേ? ഫൈൻകാന മാ തഖൂലു ഹഖൻ, നീ പറയുന്നത് ഹക്കാണെങ്കിൽ ഫഇന്നല്ലാഹ തആല ഇദല്ല ഫഖീറുൻ വനഹ്നു അഗ്നിയാകുന്നു. നതീജ വന്നു, നല്ല മന്ദിക്ക് പറയാനിരിക്കും. അള്ളാഹ് നമ്മളോട് കടം ചോദിച്ച ഒന്നാമത്തെ മുഖദ്ദിമ, കടം ചോദിക്കുന്നത് ഫക്കീറായത് കൊണ്ടാണ്. അപ്പം നമ്മളോടാ ചോദിച്ചപ്പോൾ നമ്മ ഖനിയാണ്, അതുകൊണ്ട് അള്ളാഹ് ഫക്കീറും നമ്മ ഖനിയുമാണ് എന്ന് ഒന്ന്. രണ്ടാമത് ഇരട്ടി പ്രതിഫലം തരാന്നല്ലേ. അപ്പം വാങ്ങിയ പൈസക്ക് അധികം കൊടുക്കൽ പലിശ കൊടുക്കലല്ലേ? നിങ്ങളോട് 100 റുപ്യ വാങ്ങിയിട്ട് 110 റുപ്യ കൊടുക്കുമ്പോൾ 10 റുപ്യ പലിശയല്ലേ? അള്ളാഹ് പലിശ എടുക്കുന്നുണ്ട്. വഅന്നഹു യൻഹാകും അനിർ റിബാ, റിബാനെ വിലങ്ങുന്നുണ്ട്. വയുഅതീന, പക്ഷെ റിബ തരുന്നുണ്ട്. വലൗ കാന ഗനിയ്യൻ മാ കാന അതാനാ, ഇതെന്താക്കിയെന്നറിയോ? ഫഗാദിബ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് ഭയങ്കരമായ ദേഷ്യം വന്നു. ഒരിക്കലും ദേഷ്യം വരാത്ത വലിയ ഹരീമാനാര് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. വലിയ ക്ഷമയും വലിയ, അതല്ല സഹാബത്തിൻ്റെ കൂട്ടത്തിൽ വലിയാത്ത ഒരവസ്ഥയല്ലേ പറഞ്ഞത്. വെറുതെ അന്നാ ഖലീഫയായത്, തങ്ങൾക്ക് ഇമാമത്ത് നിന്നത്. പക്ഷെ ദീനിൻ്റെ കാര്യം വന്നപ്പോൾ മൂപ്പർ അതൊന്നും വിട്ടുകൊടുക്കില്ല. കൊടുത്ത് അടി വന്നറുമ്പോൾ വജഹ ഫൻഹാസിന് എന്താക്കി നിറയോ അറബത്ത് ശരീരത്തിൽ തന്നെ ചൂടുള്ളത് കിട്ടി. അത് ആളടിയുന്നു. വഖാല വല്ലദീ നഫ്സി ബിയദിഹി ലൗലൽ അഹദുല്ലദീ ബൈനനാ വബൈനക്കും, നിങ്ങളുടെയും നമ്മുടെ ഇടയിൽ നബി സല്ലല്ലാഹു ഒരു കരാറുണ്ടാക്കിയിട്ടുണ്ട്. ആ കരാറില്ലായിരുന്നെങ്കിൽ നിന്നെ അടികൊണ്ട് മതിയാക്കൂല, നിന്നെ കഴുത്തെടുക്കലുണ്ടായിരുന്നു. ലറബത്തു നുഖക യാ അദുവല്ലാഹ്. ഉടനെ എന്താക്കി ഫൻഹാസ് പോയി. ഫൻഹാസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി ഫശക്കാഹു, ഇത് പക്ഷേ അവരോട് ചോദിച്ചപ്പോൾ വജഹദ, ഇപ്പം തന്നെ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത് പൈസ കൊടുക്കാനുണ്ട്. വാങ്ങിയിട്ടേ ഇല്ല, ഒറ്റ പൈസ വാങ്ങിച്ചില്ല. പിന്നെ എൻ്റെ അഞ്ചപ്പുറം ബാധയില്ലല്ല. ഫജഹദഹു മാ ഖാലഹു, ഇവൻ പറഞ്ഞെല്ലാം നിഷേധിച്ച്, അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. അവ സിദ്ദീഖ് നിങ്ങൾ വെറുതെ അടിച്ചെന്ന് പറഞ്ഞ് ഇവിടെ പേരായത്. പക്ഷെ അല്ലാഹു തആല വിട്ട ഫനസലത് റദ്ദൻ അലൈഹി, ഇവനിക്ക് റദ്ദായിക്കൊണ്ട് ആയത്തിറങ്ങി. വതസ്ദീഖൻ ലി അബീ ബക്കർ റളിയല്ലാഹു അൻഹു വറളാഹു അന്നാ, അവരെ തസ്ദീഖാക്കിക്കൊണ്ടു. ലഖദ് സമിഅ അല്ലാഹു ഖൗലല്ലദീന ഖാലൂ ഇന്നല്ലാഹ ഫഖീറുൻ വനഹ്നു അഗ്നിയാ എന്ന് പറഞ്ഞത് അല്ലാഹ് കേട്ടിട്ടുണ്ട്, അല്ലാഹ് കേട്ട സാക്ഷിയാണെന്നാണ്. والمعنى أنه تعالى لم يخفى عليه ما قاله اليهود, യഹൂദികൾ പറഞ്ഞത് അല്ലാഹു തആലാക്ക് എന്തില്ല, സമയന്റെ വേന. വഅഅദ്ദ ലഹും മിനൽ ഇഖാബി കഫാഅഹു, ഇഖാബിനാൽ അതിന് തക്കതായ, അതിന് കടപിടിക്കുന്ന ഇഖാബ് ഒരുക്കി വെച്ചിട്ടുമുണ്ട് എന്നാണ് വാക്കിൻ്റെ അർത്ഥം.
അതാണ് സനക്തുബു മാ ഖാലൂ, അവർ പറഞ്ഞത് നമ്മുടെ റെക്കോർഡൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ സനക്തുബുവിൻ്റെ സീൻ എന്താണെന്നാണ്, മുലാരിയായ ഫീലിൽ സീന് കടന്നാൽ പിറകെ എന്നൊരർത്ഥമുണ്ട്, തീർച്ചയായും എന്നൊരർത്ഥമുണ്ട്. ഇവിടെ ഏതർത്ഥം? തീർച്ചയായും നിന്നുണ്ട്, കുറച്ച് കഴിഞ്ഞിട്ട് എഴുതൽ എന്നല്ല. അത് അവസരം നോക്കിയിട്ട് വെക്കണം. സയഗത്തി സമാനുൻ അല ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൻ്റെ ഒരു കാലം വരും എന്ന് പറഞ്ഞാൽ എന്താന്ന്, കുറച്ച് കഴിഞ്ഞു, ഒരു തഹ്സീറുണ്ടാവും. അതുകൊണ്ടാ ആയി സനക്തുബു മാ ഖാലൂ എന്താ പറഞ്ഞത്, മിനൽ കലാമി ശനീഇ, കേൾക്കാൻ കൊള്ളാത്ത വളരെ ബടക്കായ ഒരു കലാമ് പറഞ്ഞില്ലേ, അതാണ് മാ ഖാലൂ. എവിടെ എഴുതും? ഫി സഹായിഫിൽ ഹഫള, ഹാഫിളീങ്ങളായ മലായിക്കത്തിൻ്റെ സഹായിഫിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഇന്ന സമയത്ത് സിദ്ദീഖുൽ അക്ബർ തങ്ങളോട് ഇന്നവൻ ഇന്ന കലിമത്ത് പറഞ്ഞിട്ടുണ്ട്. വസ്സീനു, ഏത് സീന്? സനക്തുബുവിൻ്റെ സീനിൽ ഈ തൗക്കീദിനുള്ളതാണ്. മനസ്സിലായില്ലേ? പിറകെ എഴുതും എന്ന തൗഖീറിനല്ല. ഐ ലൻ യഫൂതന അബദൻ തദ്വീനുഹു വഇസ്ബാതുഹു, അതിനെ റിക്കാർഡ് ചെയ്യലും ഇസ്ബാത്ത് ചെയ്യലും ഒട്ടും വൈകൂല എന്നർത്ഥം. അപ്പൊ സീന് കണ്ടപ്പോൾ പെയ്യ എഴുതും അർത്ഥം വെച്ച കണ്ടാന്ന്. ലികൗനിഹി ഫി ഗായത്തിൽ ഇളമി വൽ ഹൗൽ, അത് ഭയാനകമായൊരു വാക്കായി, അന്നാനെ ചീത്ത പറയലായി പോയി. കൈഫല, എങ്ങനെ അത് അദീമാബാത്താവതി ലാ മഹു കുഫറും ബില്ലാഹി തആല, അല്ലാഹനെ കൊണ്ട് കുഫറാണല്ലോ പറഞ്ഞത്. മാത്രമല്ല വസ്തിഹ്സാഉം ബിൽ ഖുർആനിൽ അദീം, കൊണ്ട് അതിനെ പരിഹസിക്കലുമാണല്ലോ. അത് അതന്നെ, അതിന് നിർബന്ധ വേണ്ടി. വെറുബും മജീഅതിന് വേണ്ടി. അപ്പോൾ ഇവർ മാക്കാലൂന് എഴുതിയില്ലേ? ഇനി വഖത്തിലഹുമുൽ അംബിയാ, അംബിയാക്കളെ കൊല്ലലിനെയും എഴുതിയിട്ടുണ്ട്. മാക്കാലൂൻ്റെ വാക്യത്. അപ്പോൾ അവർ ഒരു കൗലും ഒരു ഫെയിലുമായി. അപ്പം കത്തില് എന്നുള്ളത് മസ്തറാണ്. ഖത്തല യഖ്തുലു ഖത്തിലൻ, അതിൻ്റെ ഫായിലാരാണ്? ഹും, അവര്. അപ്പം മസ്തറിൻ്റെ ഫായിലേക്ക് ഇളാഫത്ത് ചെയ്താൽ എന്താകണം? ഇപ്പം മഫ്ഊല് പറയണം, അൽ അംബിയാ, അമ്പിയാക്കളെ കൊല്ലല്. അതിന് ഇവർ അമ്പിയാക്കളെ കൊന്നിനാ? ഈ ബനൂ ഖൈനുഖാ കൊന്നിട്ടില്ലല്ലോ. ഇതുപോലെ ഇവരെ പൂർവികന്മാർ കൊന്നത് ശരിയാണ് എന്ന് ഇവരെ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ തെറ്റിനെന്താക്കും? ന്യായീകരിക്കുക എന്നുള്ളത് ഇവിടെ വന്നിട്ടുണ്ട്. അത് തെറ്റാന്ന് പറയുന്നത് അവരുടെ നേതാക്കന്മാരായതുകൊണ്ട്. അതാണ് അത്ഫുൻ അലൈഹി, ഇതുമേലെ സനക്തുബു മാ ഖാലൂന്റെ മുള്ള അത്ഫാണത്, ഖത്ലിനെയും. അതാ അമ്പിയാക്കളെ കൊല്ലുക എന്ന ഫീലും അള്ളാഹിനെ പറ്റി മോശമായി പറയുക എന്നുള്ള കൗലും സമമാണ്. പിന്നെ വന്ന മനുജിത്തറ അല ഖത്ലിൽ അമ്പിയാക്കളെ കൊല്ലാൻ വേണ്ടി ഒരാൾ ധൈര്യം കാട്ടിയിട്ടുണ്ടെങ്കിൽ ലം യബഅദു മിൻ അംസാൽ ഹാദിഹിൽ അലായിം, ഇത്തരത്തിലുള്ള വാക്ക് പറയലും ഓനിക്ക് പ്രശ്നമാവില്ല. സാധാരണ ഒരു നഫ്സിനെ കൊന്നാല് ഘാതകനായി, നബിമാരെ കൊല്ലുന്നു. അപ്പം എത്ര ഗൗരവമായി, അത്രത്തോളം ഹീനമായ പ്രവർത്തനം ചെയ്ത ആൾക്ക് അള്ളാഹിനെ പറ്റി ഇങ്ങനെ പറയൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അമ്പിയാക്കളെ ചീത്ത പറയുന്നൊക്കെ ഔലിയാക്കൾ വലിയ ആളാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചീത്ത പറയുന്ന ഒരുത്തനി തങ്ങൾ വലുതാവോ? വൽമുറാദു ബിഖത്ലിഹിമുൽ അംബിയാ, അംബിയാക്കളെ ഇവർ കൊന്നുന്നതിലൂടെ പറയുന്നത് അതിനർത്ഥം ലില്ലാഹും ബിഫിഅലി അസ്ലാഫിഹിം, അവർ അസ്ലാഫുകളാണ് കൊന്നത്, അതിന് ഇവരെന്താക്കിയിട്ടുണ്ട്? ശരി വെച്ചിട്ടുണ്ട്. അതാണ് ഇവർക്ക് ആ ഖത്ൽ എന്നുള്ള ഫായിലിനെ ചേർത്ത്. അപ്പം ഒന്നാം പ്രതി മുമ്പ് കഴിഞ്ഞ് അത് മനസ്സിലായിപ്പം. അമ്പിയാക്കളെ കൊന്നതിനാ ബിഗൈരി ഹഖിൻ, കൊല്ലപ്പെടാനുള്ള ഒരു ഹക്കുമില്ല. കൊല്ലപ്പെടണമെങ്കിൽ എന്തല്ലോ ചില തെറ്റുകളും ചില വിഷയങ്ങളൊക്കെ വരണ്ടേ? ഒന്നുമില്ല. ഐകാഇനം ബിഗൈരി ഹഖിൻ വജ്റമിൻ, ഒരു കുറ്റമോ ഒരു ഹക്കോ എന്നില്ല, ഉണ്ടായിട്ടില്ല. അത് ഫേത്തക്കാദിഹിമേതൻ, ഓരോ ഏറ്റക്കാദിലും അതുണ്ട്. നമ്മൾ കൊല്ലുന്നത് വെറുതെയാണ്, ഒരു കുറ്റുണ്ടായിട്ടല്ല. അതിലെന്ന് വെച്ചാലേ നമ്മൾ മനസ്സിലാക്കുന്നത് അമ്പിയാക്കളിൽ നിന്ന്
കൊല്ലപ്പെടേണ്ടുന്ന ഒരു കുറ്റകൃത്യം മറവെക്കുന്നുണ്ടായിട്ടില്ല. കമാ വഫീ നഫ്സിൽ അംരിൻ അങ്ങനെ തന്നെയാണ്. എന്നിട്ടോ സനക്തുബൂന്റെ ബാക്കിയാണ് വനഖൂലു അവരോട് നാം പറയും ദൂഖൂ അദാബൽ ഹരീഖ് നിങ്ങളെ കത്തിക്കരിക്കുന്ന അദാബിനെ നിങ്ങൾ ആസ്വദിക്കുവീൻ എന്ന് പറയും. എപ്പോഴാ പറച്ചലി? ഇന്ദൽ മൗത്തി, ഒന്നിക്ക് മൗത്തിൻ്റെ നേരത്ത് പറയും, അല്ലെങ്കിലോ ഇന്ദൽ ഹഷറിൻ്റെ നേരത്ത് പറയും. അല്ലാണ്ട് ഇപ്പം പറയൂലല്ല. 10 കാഫുണ്ടാവും ഒരായത്തിൽ. മുമ്പ് പറഞ്ഞതാണ് 10 കാഫുള്ള കുറേ ആയാത്തുകളുണ്ടല്ലോ, അതിൽപ്പെട്ടാണ്. വയനന്തകിമമിന്നും അവർ നാം ശിക്ഷിക്കും ബിഅന്നഖൂലലഹും അവരോട് പറയലുകൊണ്ട് ദൂഖുൽ അദാബൽ മുഹർരിഖ കരിക്കുന്ന അദാബിനെ നിങ്ങൾ രുചി നോക്കുവീൻ എന്ന് പറയും. ഏതുപോലെ കമാ ദഖതുൽ മുർസലീനൽ ഖുസസ മുർസലീങ്ങൾക്ക് നിങ്ങൾ എന്താക്കിയിട്ടുണ്ട്, ഒരുപാട് അദാബുകളെ നിങ്ങൾ ആസ്വദിപ്പിച്ചിട്ടുണ്ടല്ലോ, അതുപോലെ തന്നെ. ഇനി ദാലിക ബിമാ ഖദ്ദമത് അയ്ദീകും, ദാലിക എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങളെ ചാർജ് ഷീറ്റിൽ എഴുതി വെക്കുന്നു, കഠിനമായ അദാബ് നിങ്ങൾക്ക് ആസ്വദിപ്പിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ദൂഖൂ എന്ന് പറയുമ്പം തന്നെ അദാബുൽ ഹരീഖ് രുചി നോക്കലാന്ന്, അത് മുഴുവനും ആയിട്ടുമില്ല. റാക്കാന്ന് പറഞ്ഞാൽ ടേസ്റ്റ് നോക്കലാന്ന്. അപ്പൊ ടേസ്റ്റ് നോക്കുന്നത് തന്നെ അദാബുൽ ഹരീഖ് ആണെങ്കിൽ അത് മുഴുവനും കിട്ടിയാൽ എന്തായിരിക്കും? അത് ബിമാ ഖദ്ദമത് അയ്ദീകും നിങ്ങളെ കൈ മുന്തിച്ചത് കൊണ്ടാണ്. കൈ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞില്ലേ, അത് കയ്യാ പ്രവർത്തിക്കല്, അതാ പറയുന്നത്. അതാ ബി സബബി മഖ്തറഫ്തുമൂഹു നിങ്ങൾ ചെയ്ത തെറ്റിന്റെ സബബാണ്. ഇതിനാണ് മീൻ ഖത്ലിൽ അംബിയായി അംബിയാക്കളെ കൊല്ലലൊന്ന്. മറ്റൊന്നോ വത്തഫബ്ബുഹി ബിമിസ്ലി ദാലിക തിൽക്കൽ അലീമ ഈ കേൾക്കാൻ കൊള്ളാത്ത അലീമായ വാക്ക് അള്ളാഹിന്റെ കാര്യത്തിൽ പറഞ്ഞല്ലോ, അതും. അപ്പോൾ കൈദിഹാമിനൽ മാസി കുറ്റകൃത്യങ്ങൾ ഇനിയും വേറെയും എണ്ണാനുണ്ട്. നമ്മളെ സന്ദർഭത്തിൽ ഇത് രണ്ടെണ്ണം. വത്തബീറു അനിൽ അൻഫുസി യഥാർത്ഥത്തിൽ ഇവർ നഫ്സല്ല ചെയ്യുന്നത്. കൈയൊരു ആലത്ത് മാത്രമാണല്ലോ, കൈ കൊണ്ടല്ലോ. അത് ബിൽ ഐദി എന്ന് ഇബാറത്തിട്ട്. അതെന്തുകൊണ്ടാണ്? അന്ന അക്സറൽ അഅമാലി അധിക പണികളും യുസാബിലു ബിഹിന്ന കൈകൊണ്ടാണല്ലോ ചെയ്യാൻ. അതുകൊണ്ട് മുഖ്യ ആലത്തേതായി കൈയായി, അതുകൊണ്ട് കൈ എന്ന് പറഞ്ഞത്. ഫജഅല കുല്ല ആമിലിൻ കൽവാഖി ബിൽ ഐദി കുല്ല അമലിൻ അവൻ ഏതൊരു അമലും കൈകൊണ്ട് സംഭവിച്ചു എന്ന് പറയലാണ്. ചിലപ്പോൾ കൈയല്ല നാവായിരിക്കും പ്രവർത്തിച്ചത്, ചിലപ്പോൾ കാലായിരിക്കും. അല സബീലി തഗ്ലീബ് എന്ന ഗാലിബിലും വരുന്ന ഒന്നിനും നമ്മൾ ചുമത്തി. ഇനി വഅന്നല്ലാഹു ലൈസ ബിളല്ലാമിൻ ലിൽ അബീദ് അടിമകൾക്ക് ഒരു തരത്തിലുള്ള ദുൽമും അല്ലാഹു തആല ചെയ്യുന്നവനല്ല. വെറുതെ സൃഷ്ടിക്കുന്നതല്ല, കുറ്റം ഇവിടെ കാര്യമായതുണ്ട്. അപ്പോൾ ലല്ലാമ് എന്ന് പറഞ്ഞാൽ നെഹ്വ് മാത്രം ഓതിയപ്പം ഫആല് വസിനെന്താണ്? വമ്പിച്ച ദുൽമ ചെയ്യുന്നവന്. അപ്പം ചെറിയ ചെറിയ ദുൽമല്ലുണ്ടാകുമോ എന്ന് പഠിച്ച ജാഹിലിന് തോന്നി പോലും. പഠിച്ച ജാഹിലി ജൂതന്മാരെ മതിലുണ്ട്. ആ നെഹ്വ് തേച്ച് ഓതിയിട്ടില്ല. ഫാലയാക്കിയിട്ടാണ് മാതി പൊളിച്ച് ബാക്കി എന്തെല്ലാം ആക്കി. അവൻ ലല്ലാമെന്ന് ഫആല് വസിന് പറഞ്ഞാൽ അതിലേക്ക് മൻസൂബായ ആക്കും പറയും. തുജാറ് എന്ന് പറഞ്ഞാൽ വലിയ ചുടന്നുംപെട്ട കച്ചവടവുമായി ബന്ധപ്പെട്ട ആളെന്നേ അർത്ഥമുള്ളൂ. തമ്മാറ് എന്ന് പറഞ്ഞാൽ അതിലേക്ക് മൻസൂബനില്ല തംലി കണ്ടാ. ഇതുപോലെ മൻസൂബൻ ഇല ദുൽമി ദുൽമിലേക്ക് ചേർക്കപ്പെടാത്തവനാണ് അല്ലാഹു തആല എന്ന അർത്ഥം. എന്നല്ലാണ്ട് വലിയ ദുൽമൊന്നും ചെയ്യല, കൊഞ്ചം ദുൽമെല്ലാം വരുമെന്നാണ് അതിന് മഫ്ഹൂമില്ല. എന്തെല്ലാം കാലം. വല്ലംറു അന്നഹു തആല ലൈസ ബിമുഅദ്ദിബിൻ ലിഅബീദിഹി. എന്നാ ദുൽമിന് അർത്ഥം കൊടുത്തു. ഈ ദുൽമ് എന്ന് പറഞ്ഞ വാക്കിന്റെ മാന പറയുന്നത് മുഅദ്ദിബല്ലാന്ന്. അതിനാണ് അല്ലാഹു തആല ദുൽമിനെ കൊണ്ട് ചേർക്കപ്പെടുന്ന ആളുകൾക്ക് റദ്ദാന്ന്. അതാ ബിഗൈരി ദംബിൻ മിൻ ഖിബലിഹിം അടിമകളുടെ വക്കൽ നിന്ന് ഒരു തെറ്റും സംഭവിക്കാത്ത വിധത്തിൽ അദാബ് ചെയ്യൂല എന്നതിന്റെ മാന.
അപ്പം വത്താബീറു അൻസാലിക്ക അപ്പം ദല്ലാമല്ലാന്നല്ലേ പറഞ്ഞു. എന്നാൽ പിന്നെ ദല്ലാമിന് ലൈസ ബി മഅദിബിൽ അബീൽ എന്ന് പറഞ്ഞാൽ പോരെ. അത് ബി നഫീൽ ദുൽമി, ദുൽമിനെ നഫി ചെയ്തുകൊണ്ട് ഇബാറത്തിട്ട് എന്താ ലി ബയാനി കമാലി നസാഹത്തിഹി തആല അൻസാലിക്. ദുൽമ് എന്നതിനെ തൊട്ട് അല്ലാഹു തആല പൂർണ്ണമായി പരിശുദ്ധനാണ് എന്ന് വെളിവാക്കാനാണ്. അതായത് ഈ അദാബ് കൊടുക്കുമ്പോൾ കടുത്ത ശിക്ഷ എന്നുള്ളത് ദുൽമിൻ്റെ ഒരു ഭാഗമോ അതിൽ ചേർന്നിട്ടില്ല. ഇവർ ദോഷത്തിന് തന്നെയാണ് ശിക്ഷിക്കുന്നത് എന്ന് വരുത്താണ്. അല്ലെങ്കിൽ ചിലപ്പോൾ അദാബ് കൂട്ടിയാൽ പറയാല്ല അത് അധികപ്പെട്ടിട ദുൽമായി എന്ന്, അതില്ല. അങ്ങനെ അല്ലാഹു തആലാന്റെ വക്കൽ നിന്ന് ഉണ്ടാവൽ മുസ്തഹീലായ ഒരു സൂറത്തോടെ പറഞ്ഞത്. ഇത് ദുൽമ് മിനൽ ദുൽമിനാനി. അത് പക്ഷെ പറയുന്ന ഇഷ്ടത്തിലുള്ള ആൾക്ക് പറയാമല്ലോ. നമ്മൻ പറയുന്നത് അള്ളാഹുവിൻ്റെ ഹഖീഖത്തിലേക്കും അവൻ്റെ ഫളിലേക്കും നോക്കിയിട്ടല്ല നമ്മൻ പറയുന്നത്. ഇനി മറ്റൊന്ന് ചെറുതും കൂടെ ഓതിയിട്ട് الذين قالوا إن الله عهد إلينا ألا نؤمن لرسول حتى يأتينا بقربان تأكله النار. ഇവർ പറഞ്ഞിട്ടുണ്ട്. ഇവർ മറ്റൊരു കൃത്യമാണ്. എന്താണ്? അല്ലാഹു തആല നമ്മളോട് കൽപ്പിച്ചതിന് തൗറാത്തിലൂടെ ഒരു റസൂല് വന്നാൽ റസൂല് പറഞ്ഞവരോട് വിശ്വസിക്കാൻ പാടില്ല. ആരെങ്കിലും റസൂലാന്ന് വന്നിട്ട് പറഞ്ഞാൽ അപ്പോൾ വിശ്വസിക്കാൻ പാടില്ല. എന്താകണം? ഒരു ഖുർബാനെ കൊണ്ടുവരണം. ഖുർബാൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു തആലാന്റെ പൊരുത്തം കിട്ടാൻ വേണ്ടി എന്തെങ്കിലും സാധനം നീത്താക്കിയിട്ട് വെക്കലാണ്. അത് അല്ലാഹു തആല കബൂൽ ചെയ്തതാണെങ്കിൽ ഉടനെ ഒരു തീപ്രകാശം വന്നിട്ട് അങ്ങനെ കൊണ്ടുപോകും. പിന്നെ അവിടെ കാണൂല. സ്വീകരിച്ചിട്ടില്ല എന്നാൽ തന്നെ കിടക്കും. പണ്ടത്തെ ഗനീമത്ത് സ്വത്തെല്ലാം അതിൻ്റെ ഉപയോഗം പഴയ കാലത്ത് അങ്ങനെയായിരുന്നു. അപ്പം അങ്ങനെയുള്ളൊരു സ്വഭാവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വക്കെന്ന് കണ്ടിട്ടുണ്ടോ? ഒരു കുർബാൻ വെച്ചിട്ട് തീ വന്ന് കൊണ്ടുപോക്ക്. അതുകൊണ്ട് ഈ വന്നത് റസൂലെല്ലാം അവർക്ക് പറയപ്പെട്ട ലക്ഷണം കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. എന്ന് തൗറാത്തിലുണ്ട്. മനസ്സിലായി ഞാൻ? അത് അവരെന്താ പറഞ്ഞത്? പറഞ്ഞാൽ ആരാന്നറിയോ? കഅബ് ഇബ്നുൽ അശ്റഫ്, ഹുയയ് ഇബ്നു അഖ്തബ്, ഫൻഹാസ്, ഈ നേതാക്കന്മാറാം. തറച്ചില്ലേ? എന്താ പറഞ്ഞത്? ഇന്നല്ലാഹ അഹിദ ഇലൈന, അള്ളാഹു നമ്മളോട് കരാറ് ചെയ്തിട്ടുണ്ട്. യമറന ഫി തൗറാത്തി, തൗറാത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഔസാന മുസീത്തും പറഞ്ഞിട്ടുണ്ട് പോലും അല്ലാ നുഅ്മിന ലി റസൂൽ, ഒരു റസൂൽ നിങ്ങൾ അംഗീകരിക്കാൻ പാടില്ല. എന്ത് വേണം? ഹത്താ യഅ്തിയനാ ബി ഖുർബാൻ, ഒരു ഖുർബാൻ കൊണ്ടുവരുന്നത് വരെ. ഖുർബാൻ എന്താ? തഅ്കുലുഹുന്നാർ, അത് നാറ് തിന്നും. അങ്ങനെയുള്ള ഖുർബാൻ കൊണ്ടുവന്നാലല്ലാതെ റസൂലിനെ അംഗീകരിക്കണ്ടെന്ന് തൗറാത്തിൽ പറഞ്ഞിട്ടുണ്ടെന്നാ പറയുന്നത്. അപ്പം ഫയകൂനു ദലീലൻ അലാ സിദ്ഖിഹി, അപ്പം റസൂൽ സാദിഖാണെന്ന് തെളിവാകും. അങ്ങനത്തെ ഖുർബാൻ ആര് കൊണ്ടുവന്നിട്ടില്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ട് തങ്ങളെ വിശ്വസിക്കാൻ പാടില്ല എന്ന് നതീജ. എല്ലാം ഈ മുത്തക്കമ്പിലും ജബ്ബാരിയങ്ങളെ വാദത്തിനോട് വെക്കുന്നുണ്ട് അല്ലേ? എല്ലാം ഈ ഖുർബാൻ തന്നെ സാധനം എന്താന്ന് അതിരിയണ്ടേ? വൽ ഖുർബാൻ എന്നുള്ളത് കുല്ലുമാ യുതഖറബു ബിഹിൽ അബ്ദു ഇലല്ലാഹി തആല, അല്ലാഹു തആലയിലേക്ക് തഖറബ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന എന്ത് ഖുർബാനാണ്. അതിനാണ് മിൻ നസീകത്തിൻ വസദഖത്തിൻ വഅമലിൻ സാലിഹ്, അറക്കുന്ന സാധനമായാലും ശരി, സദഖയായാലും ശരി, സാലിഹ അമലായാലും ശരി, അള്ളാഹിൻ്റെ പൊരുത്തം കിട്ടുന്ന എന്ത് അമലോ അതൊക്കെ എന്ത് പറയും? ഖുർബാൻ. അപ്പോൾ അതിൻ്റെ വചനെന്താ? ഫുഇലാൻ എന്നാണ്. ഫുഇലാൻ, ഖുർബാൻ. അതിൽ പിടിച്ചത് മിനൽ ഖുർബത്തിൽ നിന്ന് പിടിച്ചിട്ട് ചിന്നപ്പാ കൊൽ. അപ്പം നക്കി മറുപടി അങ്ങനെ തൗറാത്തിൽ അള്ളാഹ് പറഞ്ഞിട്ടേ ഇല്ല. അങ്ങനെ തൗറാത്തിലില്ല. ഇനി പറയാണ്ട് തന്നെ ഒരു കൊണ്ടുവന്നവൻ അമ്പിയാക്കളെ നിങ്ങൾ വിശ്വസിച്ചിട്ടില്ലല്ല. മുൻകഴിഞ്ഞ അമ്പിയാക്കളെ ഖുർബാൻ കൊണ്ടുവന്നിട്ട് അവരെ നിങ്ങൾ അംഗീകരിച്ചിട്ടില്ലല്ലോ. അപ്പോൾ നബി കൊണ്ടുവന്നാലും അങ്ങനെ തന്നെയല്ലേ പറയില്ലേ? അത് തബ്കീതല്ലഹും വഇൽഹാനൻ ലികദിബിഹിം, അവരെ ഉത്തരം മുട്ടിക്കുവാനും അവരെ കദിബിനെ വെളിപ്പെടുത്താനും തങ്ങൾ പറയണം ഖദ് ജാഅകും,
നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്താക്ക് വന്നിട്ടില്ലല്ലോ. അതിന് ജാ അസ്ലാഫക്കും ബാബാക്കും, നിങ്ങളെ പൂർവികന്മാർക്കും നിങ്ങളെ പിതാക്കന്മാർക്കും വന്നിട്ടുണ്ട് റസൂലുൻ, ധാരാളം മുർസലീങ്ങൾ. എത്ര കസീറത്തുൽ അദദി കബീറത്തുൽ മിഖ്ദാർ, വലിയ പദവിയുള്ള മുർസലീങ്ങൾ. മൂസ അലൈഹിസ്സലാമൊക്കെ ഉലുല്ലസ്മല്ലേ. പിന്നെ എണ്ണവും ധാരാളമുണ്ട്. അപ്പോൾ എണ്ണത്തിലും വണ്ണത്തിലും വലിപ്പമുള്ള മുർസലീങ്ങൾ വന്ന് മീൻ കബിലിൻ്റെ മുമ്പ് അവർ വന്നത് നബിൽ ബയ്യിനാത്ത്, ധാരാളം മുഅ്ജിസാത്തുമായിട്ടാണ് വന്നത്. അൽ മുഅ്ജിസാത്തുൽ വാദിഹത്തി. ഇനിയോ ആ മുഅ്ജിസാത്ത് അമ്മന്ന് അല്ലേ. വബില്ലദീ ഖുൽതും, നിങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെട്ട അതുകൊണ്ട് വന്നിട്ടുണ്ട്. ഖുർബാനിൻ തഅകുലുഹുന്നാറു, അത് ഖാസാണ്, അതും കൊണ്ട് വന്നിട്ടുണ്ട്. ബി ഐനിഹി, അതാ മിനൽ ഖുർബാനല്ലദീ തഅകുലുഹുന്നാർ, തീ ഭക്ഷിക്കുമെന്ന് പറഞ്ഞ ആ ഖുർബാനും കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം ബയ്യിനാത്ത് ആമ്മായി വബില്ലദീ ഖുൽതും ഖാസ്വായി. എന്നിട്ടോ ഫഖതൽതുമൂഹും, നിങ്ങളെ അവരെ കൊന്നില്ലേ. വിശ്വസിക്കുന്നില്ലെന്ന് മാത്രമല്ല കൊല്ലുകയും ചെയ്ത്. അപ്പം ഫലിമ ഖതൽതുമൂഹും, എന്തിനാ പിന്നെ അവരെ കൊന്നത്? ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ സാദിഖീങ്ങളാണെങ്കിൽ ഫീമാ യദുല്ലു അലൈഹി കലാമുക്കും, നിങ്ങളെ കലാം അറിയിക്കുന്ന എന്താണ്? ഖുർബാൻ കൊണ്ടുവന്നാൽ വിശ്വസിക്കാന്നല്ലേ. കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ വിശ്വസിക്കേണ്ടെന്നല്ലേ. കൊണ്ടുവന്ന ആളെ കൊല്ലലാണോ ചെയ്യേണ്ടത്? മിന്നന്നക്കും തുഅ്മിനൂന ലിറസൂലിൻ യഅതീകും ബിമഖ്തറഹ്തുമൂഹു, നിങ്ങൾ ആവശ്യപ്പെട്ട കാര്യം കൊണ്ടുവന്നാൽ ആ റസൂലിനെ നിങ്ങൾ അംഗീകരിക്കാമെന്നല്ല നിങ്ങളുടെ വാക്കിന് അപ്പവുമുള്ളത്. എന്തോ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. കാരണം ഫൈന സക്കരിയ വയഹ്യ വഗൈറഹുമാ അലൈഹിമുസ്സലാത്തു വസ്സലാം മിനൽ അംബിയാഇ ഖദ് ജാഊകും, അവർ കൊണ്ടുവന്നിട്ടുണ്ട് ബിമാ ഖുൽതും, നിങ്ങൾ പറഞ്ഞൊന്നും ഫീ മുഅ്ജിസാത്തിൻ ഉഖറ, വേറെ മുഅ്ജിസാത്തിൻ്റെ കൂട്ടത്തിലായിക്കൊണ്ട് ഇതും കൊണ്ടുവന്നിട്ടുണ്ട്. ഫമാലക്കും ലം തുഅ്മിനൂ, നിങ്ങൾ എന്തുകൊണ്ട് വിശ്വസിച്ചില്ല എന്ന് മാത്രമല്ല ഹത്താ ജിതറഅതും അലാ ഖത്ലിഹിം, അവരെ കൊല്ലാൻ വേണ്ടി നിങ്ങൾക്ക് ധീരത കാണിക്കല്ല ചെയ്തത്. ഇതുണ്ടോ? അതുകൊണ്ട് തങ്ങളോട് പറയുന്നത് ആ കൂട്ടർ തങ്ങളെ കളവാക്കിയാൽ ഫഖദ് കുദിബ റസൂലുൻ മിൻ ഖബലിക, തങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ഒരുപാട് മുർസലീങ്ങളും കളവാക്കപ്പെട്ടിട്ടുണ്ട്. ഇത് തങ്ങൾക്ക് ആദ്യം ഉള്ളതല്ല. അപ്പം എന്തായി? തങ്ങളെ സമാധാനിപ്പിക്കുക. അൽ മുസീബത്തു ഇതാ അമ്മ, ഒരു വാക്കില്ല, മുസീബത്ത് എല്ലാവർക്കും ഉണ്ടെങ്കിൽ എന്നാൽ പിന്നെ അത് കാര്യമില്ലാപ്പോൾ നോക്കുമല്ല. ഇത് തങ്ങളതാണ് ശുറൂഅൻ ഫീ തസ്ലിയത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ സമാധാനിപ്പിക്കുന്ന വിഷയത്തിലുള്ളൊരു വാക്കാണ് ഇത്. ഫൈൻ കദ്ദബൂക ഫഖദ് കുദിബ റസൂലുൻ മിൻ ഖബലിക. അപ്പോൾ അള്ളാഹും റസൂലും തമ്മിലുള്ള ആ ബന്ധം ഇങ്ങനെ ആലോചിച്ച് നോക്കിയാലേ ഒരു സെക്കൻഡ് സമയത്ത് അള്ളാഹു തആല തങ്ങളെ കൈവിട്ടിട്ടുണ്ടോ നോക്കിയിട്ടൊന്നും നമ്മൾ ആലോചിക്കട്ടെ. നമ്മൾ തലക്കിങ്ങനെ കയറണം, ഉള്ളിലേക്ക് രക്തത്തിലും മജ്ജയിലും മാംസത്തിലും ഇങ്ങനെ കയറണം. ഓരോന്നും എടുത്തു നോക്കടാ. അള്ളാഹു റസൂൽ എന്തര ഞാൻ ആ ചെയ്യുന്നു. അവൻ തങ്ങളെ കളവാക്കിയാൽ തങ്ങളൊന്നും ബേജാറൊന്നും വേണ്ട. ഇങ്ങനെ എത്ര മുർസലിങ്ങൾ കളവാക്കപ്പെട്ടിട്ടുണ്ട്. റസൂലുൻ മിൻ ഖബലിക. അപ്പം ഫതസല്ല, അതുകൊണ്ട് തങ്ങൾ സമാധാനിക്കണം നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. വസ്ബിർ, തങ്ങൾ ക്ഷമിക്കുകയും വേണം. ഫഖദ് കുദിബ റസൂലുൻ മിൻ ഖബലിക. എങ്ങനത്തെ മുർസലീങ്ങൾ? ജാഊ ബിൽ ബയ്യിനാത്തി, അവർ ബയ്യിനാത്തുമായി വന്ന മുർസലീങ്ങളാണ്. അൽ മുഅ്ജിസാത്തുൽ വാദിഹാത്ത്, ജാഊ എന്നുള്ള ജുംലയില്ലേ, ജാഊ ബിൽ ബയ്യിനാത്തി സിഫത്തുർ റുസുലി, ആ റുസുലിന് സിഫത്താണ് ഇതിൻ്റെ. ഫഖദ് കുദിബത്ത് റസൂലുൻ ജാഊ ബിൽ ബയ്യിനാത്തി എന്നുണ്ടാവുക. വസ്സുബുരി വൽ കിതാബിൽ മുനീർ, അവർ സുബറും കൊണ്ടുവന്നിട്ടുണ്ട്, കിതാബുൽ മുനീറുമുണ്ട്. അപ്പം സുബറും കിതാബും മുനീറും തമ്മിൽ വ്യത്യാസം എന്താ? തൗറാത്ത് ഇഞ്ചീൽ പോലാത്ത പ്രബലമായ ഗ്രന്ഥങ്ങൾക്ക് എന്താ പറയും? കിതാബുൽ മുനീർ എന്ന് പറയും. സുബർ എന്താക്കും? സുഹഫുകളാണ്. 100 ഏടും 4 കിതാബും എന്നല്ല പറഞ്ഞത്. കിതാബും സുബറും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞത്. അതെന്താ ഉണ്ടാകല്? ഉപദേശങ്ങളും ചില തസവുഫിൻ്റെ ഹിക്മത്തുകളൊക്കെയാണ് സുബറിലുണ്ടാകുന്നത്. കട്ടോനെ കൈമുറിക്കൽ, മനാക്കൽ, ശിക്ഷ, പിന്നെ എന്താ സിബിൽ ക്രിമിനൽ കേസുകളൊക്കെ കിതാബിലാണ് പറയും. അപ്പം ഹിക്മ ഓതിയാൽ ഈ ഹദൂദ് കാണുമോ?
സബൂർ, സബൂറിന്റെ ജമാണ് സൂബർ. ബഹുവൽ കിതാബുൽ മഖ്സൂറു അലൽ ഹിക്കം, ഹിക്കമിൻ്റെ മേലെ മാത്രം ഒരുമിച്ച് കൂടുന്നതാണ് ഇത് സബൂർ അല്ലെങ്കിൽ സുബൂർ. ജമ്മ് മീൻ സബർതുഹു സബ്ബർതുഹു എന്ന് പറയും. ഇതാ ഹസ്സൻതഹു, അതിനെ നല്ല മെച്ചമാക്കി അവതരിപ്പിച്ചാൽ സബ്ബറ. അവി സുബറു അല്ലെങ്കിൽ സുബർ എന്നുള്ള മവാഇദു, വായലുകളാണ് എന്ന് അർത്ഥം. രണ്ടും ആശിരൊന്നു തന്നെ. വസ്സവാജിറു, സവാജിർ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്യരുതേ എന്ന് പറഞ്ഞിട്ട് താക്കീത് കൊടുക്കലാന്ന്. മീൻ സബർതുഹു ഇതാ സജർത്ത, ഒരാളെ വിലങ്ങിയാൽ സബറ എന്ന് പറയും. ചുരുക്കത്തിൽ സബ്ബറയിൽ നിന്ന് പിടിച്ചതാണോ സബറയിൽ നിന്ന് പിടിച്ചതാണോ എന്നാണ്. സബ്ബറ എന്ന് പറഞ്ഞാൽ മെച്ചമായ രീതിയിൽ വിഷയം അവതരിപ്പിക്കലെന്ന് പറയും. നമ്മളെ ഇതുപോലെ ഹിക്കമ്മ മിസാലെടുത്ത് നോക്ക്. അല്ലെങ്കിലോ ഒരു മോശമായ പ്രവർത്തനത്തിനെ തൊട്ട് തടഞ്ഞാൽ എന്താ പറയുക, സബറ എന്ന് പറയും. രണ്ടും കണക്കന്നെ. വൽ കിതാബിൽ മുനീർ ഏതാണ്? തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ. ഇപ്പൊ ഖുർആൻ മുമ്പ് കഴിഞ്ഞു വെച്ചില്ലല്ലോ. അപ്പൊ ഖുർആൻ ഇവിടെ ഒന്നുമില്ല, മനസ്സില്ല. കൊല്ലിബത്ത് റസൂലും മിൻ ഖബ്ലിക്കയിൽ ഖുർആനില്ലല്ലോ. അപ്പൊ ഖുർആൻ എന്നുള്ളത് തങ്ങൾ കൊണ്ടുവന്നു. മുൻകബില 3. അപ്പൊ ഖുർആൻ തന്നെ ഓതപ്പെടുന്ന ഭേദമെന്ന് അർത്ഥമുണ്ട്. സുബ്ഹാനെ കണ്ട് മാറ്റം മോനിലൊക്കെ ഉണ്ട് പോലെ ഭയങ്കര കളവ്. അതാണ് അന്തല്ലദീ സുമ്മിത ഫിൽ ഖുർആനി അഹ്മദ മക്തൂബൻ അലൽ ജീനാനി. നബി ജനിച്ചിട്ട് അബ്ദുൽ മുത്തലിബ് എന്താക്കി എടുത്തുകൊണ്ട് പോയിട്ട് കഅബയിൽ നിന്ന് പാടിയ പാട്ടാണ് അന്തല്ലദീ. ആ പാട്ട് അൽഹംദുലില്ലാഹില്ലദീ അഅതാനി ഹാദൽ ഗുലാമ തയ്യിബൽ അർദാനി എന്ന് പറഞ്ഞിട്ട് ആ ജനിച്ച കുട്ടി 40 കൊല്ലം ജീവിച്ചിട്ട് അതെന്താക്കി ഖുർആൻ കൊണ്ടാണ്. എന്നിട്ട് അബ്ദുൽ മുത്തലിബ് പറയുന്നാലും ഖുർആനിൽ അഹമ്മദ് എന്ന് പേരുണ്ട് എന്ന്. അബ്ദുൽ മുത്തലിബ് കളവ് പറഞ്ഞ് കഅബയിൽ കയറിയിട്ട് എന്നാണ് പറയും. അനിച്ചങ്ങായിക്കറിയാം അബ്ദുൽ മുത്തലിബ് പാടിയ പാട്ടിലെ ഖുർആൻ്റെ വായന എന്താന്ന്? ഓതപ്പെടുന്ന വേദങ്ങളിൽ നിന്നാണ്. തൗറാത്ത്, ഇഞ്ചീൽ പോലത്തതിൽ. അപ്പോൾ ഖുർആനെ പഠിച്ചിട്ടുള്ളൂ. ജദ് എന്നാണ് ഉപ്പന്ന് പറഞ്ഞ മാതിരി. പുറപ്പാട് ഉസ്താദിയത്തിനാണ് ഒന്നും ഒരു ഖുർആൻ ക്ലാസ് ഉണ്ട്, നിങ്ങളെല്ലാം വരണം. കാരണം മുപ്പറ കണ്ടാൽ വലിയ ആലിമായ കോലമൊന്നും കാണില്ല. അതുകൊണ്ട് എല്ലാം കുടുംബസമേതം വരണമാണ്. ആരോടോ ക്ലാസ് എടുക്കുന്നത് ഞാൻ തന്നെയാണ്. എനിക്കെന്താ പണി? ഞാൻ അറബിക്ക് മാഷ. ജദ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നാണ് ഉപ്പ എന്ന് പറഞ്ഞു. അന്നഹു തആല ജദ്ദു റബ്ബിന എന്ന് പറഞ്ഞാൽ റബ്ബിൻ്റെ ഉപ്പാപ്പ. അപ്പോൾ റബ്ബ് പേരക്കുട്ടിയാണോ എന്ന് ചോദിച്ചു. റബ്ബിൻ്റെ ഉപ്പാപ്പ എന്നല്ല അർത്ഥം വെച്ചത്. അപ്പോൾ റബ്ബ് പേരക്കുട്ടിയായില്ലേ? ഇതൊക്കെയാണ് ഇതിൻ്റെ ഇൽമുള്ളത്. ഒരു സമുദായത്തിന് വേണ്ടത് ഇപ്പം അതാണ്. എല്ലാം അള്ളാഹുടെ കാബലത്തേക്ക് അത്ര അല്ലാണ്ട് വേറെ രക്ഷയില്ല. ഇനി മൂപ്പർ ഉപദേശം ആടെ നിർത്താം നമുക്ക്. മുസന്നിഫിൻ്റെ വാലാന്ന്. ഒരു അബദിന് എല്ലാ മംഗളാശംസകളും നേരുന്നു. അവൻ്റെ നഫ്സിനെ മോശമായ സിഫാത്തിനെ തൊട്ട് പരിശുദ്ധമാക്കി. വൽ ഇനാദി, സത്യം കണ്ടാലും നിഷേധിക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ, അതാ ഇനാദ്. ഇസ്റാർ എന്ന് പറഞ്ഞാൽ ചെയ്ത തെറ്റ് പിൻവലിക്കൂല, അതാണ് ഇസ്റാർ. വറഅൽ ഹഖ ഹഖൻ വൽ ബാതില ബാതിലൻ, അതിൻ്റെ ബാക്കി ലിഅബദിൻ തഹറ നഫ്സഹുവിൻ്റെ ബാക്കി നഫ്സിനെ തത്ഹീറാക്കി ഹക്കിനെ ഹക്കായി അറിയുകയും ബാത്തിലിനെ ബാത്തിലായി അറിയുകയും ചെയ്ത്. എന്നിട്ടോ വങ്കത അമ്മൈലി ദുന്യാ, ദുന്യാവിന് ചാലിനെ കൊള്ള തൊട്ട് അവൻ മുറിഞ്ഞ് വത്തിബായിൽ ഹവാ, തടി ഹവാനെ പിമ്പറ്റൽ തൊട്ടും വമുവാഫഖത്തി ഗൈരില്ലാഹി, അള്ളാഹു എല്ലാത്തവരെ അംഗീകരിക്കലിനെ തൊട്ടും എന്താക്കി മുങ്ങത്തിയായി. അവനിക്ക് ഞാൻ മംഗളമാശംസിക്കുന്നു. റുവിയ അന്ന ഈസ അലൈഹിസ്സലാം മർറ ബിഖറിയ, ഈസ അലൈഹിസ്സലാം ഒരു കറിയൻ്റെ ഭാഗത്തിൽ കൂടി നടന്നുപോയി. നോക്കുമ്പോൾ ഫൈദ അഹ്ലുഹാ മൗത, അതിലുള്ള അഹലുകാരൻ മുഴുവനും മരിച്ചു കിടക്കുകയാണ്. ഫിൽ അഫ്നിയത്തി, മുറ്റങ്ങളിലും വത്തുറുക്കി, വഴിയോരങ്ങളിലും മരിച്ചു കിടക്കുന്നു. ഫഖാല, അപ്പോൾ ഈസാ അലൈഹിസ്സലാം പറഞ്ഞു
യാ മഅ്ശറൽ ഹവാരിയീൻ, ഹവാരിയമ്മ അടുത്തിട്ടുണ്ടല്ലോ. ഈസാ അലൈഹിസ്സലാമിനെ കൊണ്ട് നല്ല ഹൃദയംഗമായി വിശ്വസിച്ച മോമിനീങ്ങൾക്കാണ് ഹവാരിയാക്കൾ എന്ന് പറഞ്ഞത്. അവരോട് പറഞ്ഞ് ഇന്ന ഹഉലാഇ മാതു അലാ സഖത്തിൻ, ഇവർക്കെന്തോ കോപം ഇറങ്ങിക്കൊണ്ട് മരിച്ച മാതിരി ഉണ്ടല്ലോ, അല്ല കൂട്ടം മരണം സംഭവിച്ചത്. വലൗ മാതു അലാ ഗൈരി ദാലിക ലതദാഫനു, അങ്ങനെ അല്ലാതെ മരിച്ചതാണെങ്കിൽ മരിച്ച ആളെ മറ്റുള്ള ആൾ മതമാടേണ്ടതല്ലേ, ഇവർ മരിച്ചിട്ട് ഇങ്ങനെ കിടക്കാൻ. ഫഖാലു, അപ്പോൾ ഹവാരിയാക്കൾ ചോദിച്ചു, യാ റൂഹല്ലാഹ്, അള്ളാഹുവിൻ്റെ റൂഹേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസാ അലൈഹി ഇസ്ലാമിൻ്റെ ലക്കബാണ്. അള്ളാഹ്ക്ക് റൂഹുണ്ടെന്നല്ല, അർത്ഥത്തിനല്ല. റൂഹ എന്നുള്ള ഹദീസാണ് കദീമാണ്. പറയാനൊരു ധൈര്യക്കുറവ്. സൂഫിയാക്കള് കദീമാന്ന് പറഞ്ഞല്ലോ, ഒരൊറ്റ സൂഫിയും പറ്റില്ല, ജാഹിലായ സൂഫി ഉണ്ടായിട്ടില്ല. കദീമ ഓരോ കദീമാന്ന് പറഞ്ഞതിൻ്റെ വയനെന്താണെന്നറിയോ? തടി പടക്കുന്നതിന് മുമ്പേ അതുണ്ട് എന്നല്ലാണ്ട് അള്ളാഹ് പറഞ്ഞ പോലെ പടക്കാൻ മറ്റൊന്നിലേക്ക് ഹെത്യാജില്ലാത്ത കദീമെന്ന് അത് അക്കീദി പറയുന്ന കദീമാണ്. എൻ്റെ ആ പഴയ തുടങ്ങി പൈൻ കിടക്കുകയെന്ന് പറഞ്ഞാൽ അള്ളാഹിനെ പോലെ കദീമെന്ന് എൻ്റെ വേന എന്തായി പോയത്തക്കാരായി ലോകം പഠിച്ചോനെ. സൂഫിയാക്കൾ വല്ലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരം പടക്കുന്നതിന് മുമ്പ് പടച്ചാടെ വെച്ചിട്ടുണ്ട്, അഹദും മിസാഖൊക്കെ നടത്തിയതിന് അർത്ഥമുള്ളൂ. ഹഖീഖിയായ കദീം അള്ളാഹു മാത്രം. അതിനർത്ഥം എന്താ? അവൻ്റെ വുജൂദിന് തുടക്കമില്ല, അതുകൊണ്ട് എന്താകും? ആ വുജൂദിന് ഒടുക്കം ഉണ്ടാവില്ല. പിന്നെ അപ്പം ആ കദമിന് അർത്ഥം എന്തായിരിക്കും? അവനുണ്ടാക്കാൻ വേണ്ട വേർത്തിലേക്ക് ആവശ്യമില്ല. റൂഹ് അള്ളാഹ് സൃഷ്ടിച്ച ഹാദിസായ സാധനമാണ്. പിന്നെ കദീം എന്ന് പറയുന്നത് ഭാഷാർത്ഥം. ഒരു കൊല്ലം പഴകിയ കദീം എന്ന് പറയുന്ന ഭാഷയിൽ രണ്ട് സാധനമുണ്ട്. ഒരു കൊല്ലം ഉപയോഗിച്ചത് കൊണ്ട് ഇപ്പം ഫ്രഷുണ്ട്. എന്നാൽ ഇതിനെ അപേക്ഷിച്ച് ഇത് കദീം എന്ന് പറഞ്ഞു. സെക്കൻഡ്. അതുകൊണ്ടാണ് എൻ്റെ കദീമായ അബദ് ഇത്തക്കാണ് എന്ന് പറഞ്ഞാൽ എന്താക്കും? ഒരു കൊല്ലം പഴക്കമുള്ള അബദ് എന്താകും? ഇത്തക്കാവെന്ന് ഫക്കീർ പറഞ്ഞു. എൻ്റെ അടിമയുടെ കൂട്ടത്തിൽ കദീമിന് ഞാൻ ഇത്തക്കാക്കി എന്ന് പറഞ്ഞാൽ നോക്കണോ, ഒരു കൊല്ലം തേഞ്ഞാൾ ഇത്തക്കാവും. ചുരുക്കത്തിൽ അറിവല്ല വേണ്ടി ഫഹ്മാ വേണ്ടത്. ഫഹമില്ലെങ്കിൽ അറിവിനെ കാതലില്ലല്ലോ, അത് പിണ്ടിയായില്ലേ. ഇവർക്ക് പറ്റിയത് എന്താണ്, ഇവരുടെ വാർത്ത എന്താണ്, കൂട്ടം മരണം സംഭവിച്ചല്ലോ എന്നത് ഒന്ന് അറിയാൻ വേണ്ടി നമുക്ക് ആഗ്രഹമുണ്ട്. ഫസഅല റബ്ബഹു, റബ്ബിനോട് ചോദിച്ചു. ഫൗഹല്ലാഹു ഇലൈഹി, അല്ലാഹു തആല വഹി അറിയിച്ചു. ഇദാ കാനൽ ലൈലു, രാത്രിയായാൽ ഫനാദിഹിം, അവരെ വിളിച്ചോ, യുജീബൂക, അവർ ഉത്തരം പറയുന്നു. ഫലമ്മ കാനൽ ലൈലു, അങ്ങനെ രാത്രിയായപ്പോൾ അഷ്റഫ അലൽ മൗത, ആ മരിച്ചടക്കുന്ന ആളെ മേലിൽ മുബർ എത്തിയിട്ട് സുമ്മനാദായ അഹ്ലൽ ഖർയ, ഈ ഖർയൻ്റെ അഹലുകാരെ എന്ന് വിളിച്ചു. ഫഅജാബഹു മുജീബൻ, അതിൽ ഒരാൾ ഉത്തരം ചെയ്തു. ലബ്ബൈക യാ റൂഹല്ലാഹ് എന്ന് ഉത്തരം പറഞ്ഞു. ഫഖാല മാ ഹാലുക്കും, എന്താ നിങ്ങളുടെ അവസ്ഥ പറ. വമാ ഖിസ്സത്തുക്കും. ഖാല ബിത്നാ ഫീ ആഫിയ വസ്ബഹ്നാ ഫീ ഹാവിയ എന്ന് പറഞ്ഞു. നമ്മൾ നല്ല സുഖത്തോടുകൂടി രാത്രി ഉറങ്ങിക്കിടന്നിരുന്നു, പക്ഷെ വലിയ അദാബിലായിക്കൊണ്ട് നേരം വെളുത്തുപോയി എന്ന് പറഞ്ഞു. ഫഖാല വകൈഫ ദാലിക, എന്താണ് അവിടെ സംഭവിച്ചത്? ഖാല ലിഹബ്ബിന ദുനിയാ വതഅതിനാ അഹ്ലൽ മആസി, നമ്മൾ ദുന്യാവിനെ വല്ലാതെ മഹബത്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ കുറ്റകൃത്യക്കാരെ നമ്മളെന്താക്കിയിട്ടുണ്ട്, വഴിപ്പെട്ടു പോയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ചെയ്ത തെറ്റ്. ഖാല വകൈഫ കാന ഹബ്ബുകും ദുനിയാ, നിങ്ങൾ ദുന്യാവിനെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്? ഖാല കഹാലി ഹബ്ബിസ് സബിയ്യി ലിഉമ്മിഹി, ഒരു ചെറിയ പൈതൽ ഉമ്മാനെ എത്രത്തോളം സ്നേഹിക്കുന്നത് അതുപോലെ.
ഉമ്മാൻ്റെ തൊട്ടിലുള്ള സമീണ്ടല്ലോ, ഉമ്മാനെ സ്നേഹിക്കുന്നത് പോലെ ദുഞ്ഞാവിനെ നമ്മൾ സ്നേഹിച്ചു. എന്താണത്? ഇതാ അക്കബലത്ത് പരിഹിന, ദുഞ്ഞാവ് വന്ന വല്ലാത്ത സന്തോഷമുണ്ട്. വൈദ അത് പുറത്ത് ഹസിന്ന, അതില്ലാണ്ടായിപ്പോയ ദുഃഖവുമുണ്ട്. ഉമ്മാനെ കാണാൻ ഞാൻ കുഞ്ഞു കരിയില്ലേ എന്നതുപോലെ. അപ്പം നിങ്ങളെ ഒട്ടാകെ വിളിച്ചപ്പോൾ ഒരാൾ മാത്രം ഉത്തരം ചെയ്ത് എന്തേന്നാ ചോദ്യം അല്ലേ? قال فما بال أصحابك لم يجيبوني, നിങ്ങളെ സുഹൃത്തുക്കൾ എനിക്ക് ഉത്തരം ചെയ്തിട്ടില്ല. എന്താ? قال لأنهم ملجمون بلجام من نار, നരകത്തിനാലുള്ള ലിജാം കൊണ്ട് അവർ കടിഞ്ഞാണിടപ്പെട്ടവരാണ്. ലിജാം എന്നാണ് എന്താ? ഈ കുതിരൻ്റെ വായിലേക്കൂടെ ഇങ്ങനെ വിലങ്ങ് വെക്കും. ചിലതിന് മൂക്കിൽ കയറിടില്ലാന്നില്ല, കുതിരക്ക് ഇങ്ങനെയാണ്. അത് വലിയ ശക്തവന്മാരായ മലായിക്കത്തിന്റെ കയ്യാലാണ് അത് കടിഞ്ഞാണിടപ്പെട്ടത്. കാല കൈഫ അജബത്തനി മിൻ ബൈനിഹിം, പക്ഷെ അവരുടെ കൂട്ടത്തിൽ നിന്ന് നിനക്ക് ഉത്തരം ചെയ്യാൻ കഴിഞ്ഞ എങ്ങനെയാണ്? അതാ അവിടെ ആ കാല അയാൾ പറഞ്ഞതില്ല, നീ കുന്തു ഫീഹിം വലം മക്കും മിൻഹും, ഞാൻ ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ്, ഓരോ ആളല്ല. ഈ ഉത്തരം ചെയ്ത ആള് ഓരോ കൂട്ടത്തിൽ ഇങ്ങനെ പെരുങ്ങിയിട്ടേ ഉള്ളൂ, ആ മെമ്പർമാരിൽപ്പെട്ടവളല്ല. അതാണ് ഫീഹിയും മിന്നും തമ്മിൽ വ്യത്യാസം. അപ്പൊ ഇയാള് സ്നേഹിച്ചവരുടെ കൂട്ടത്തിൽ പെരുങ്ങിപ്പോയി എന്നല്ലാണ്ട് ഇയാൾക്ക് അന്നില്ല. ഫീഹിയും മിന്നും തമ്മിൽ വ്യത്യാസം കണ്ട. ലിയന്നി കുന്തു ഫീഹിം എന്നുള്ളത് ഇസ്ബാത്ത് ചെയ്തു, ലബലം അക്കും മിൻഹും എന്നല്ല നഫീം ചെയ്തു. അതുകൊണ്ടാണല്ലോ കൊല്ല അമ്രിൻ എന്താന്ന് ഒരു കാര്യം പറഞ്ഞു, മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ, അല്ല മൻ അഹദസ ഫീ അംരിനാ ഹാദാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഈ കാലത്തിൽ ഒരാൾ പുതിയ എന്തെങ്കിലും ചേർത്ത്, മാ എന്തിനെ ചേർത്ത്? ഒന്നിനെ ഒരു കാര്യം ചേർത്ത്. ലൈസ ഫീഹി എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഇപ്പൊ ഉള്ളതിനേക്കാൾ ഒന്നും കൂട്ടാൻ പാടില്ല. ഫീഹി എന്നല്ല, മാ ലൈസ മിൻഹു എന്നാ പറഞ്ഞു. മാ ലൈസ മിന്നു എന്ന് പറയുമ്പോൾ മിന്നുവിൽ പെടാത്തത് കുട്ടിയല്ലേ. മിന്നു എന്ന് പറഞ്ഞാൽ എന്താ? ഇതിന്റെ എന്തെങ്കിലും ഒരു ഭാഗത്ത് കൊള്ളിക്കാൻ പറ്റുന്ന തമിഴിലെ മിന്നാണ്. അപ്പൊ തങ്ങളെന്തുണ്ട്? ഖുർആൻ കൊണ്ടുവന്നിട്ടുണ്ട്, ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട്, ഇജ്മാ ഉണ്ട്, ഖിയാസ് ഉണ്ട്. ഏതെങ്കിലും ഭാഗത്തിന് ദലീലാക്കി കൊളുത്താൻ പറ്റുന്നത് യഥാർത്ഥ ചെയ്താൽ തള്ളപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞു. പക്ഷെ അതൊന്നും തലതിരിഞ്ഞവനോട് പറഞ്ഞാൽ കൊടുക്കൂല. തലയുള്ള ആളുബാ. ഹദീസ് എന്താ ഉള്ളത്? മാ ലൈസ ഫീഹി എന്നാണോ മാ ലൈസ മിൻഹു എന്നാണോ പറഞ്ഞത്? മിൻഹു എന്ന ഹദീസിലുള്ളത്. അപ്പൊ ഖുർആൻ കൊണ്ടോ ഇജ്മാ കൊണ്ടോ ഖിയാസ് കൊണ്ടോ എന്തെങ്കിലും ഉണ്ടോ സുബൂത്താക്കാൻ പറ്റുന്ന ദലീൽ എൻ്റെ പിന്നാലെ ഉണ്ടെങ്കിൽ എന്താക്കാ? അത് ലൈസ ബിറദ്ദി, മടക്കേണ്ടതില്ല. എന്തുണ്ടാകും? മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസനതൻ ഫലഹു അജ്റുഹാ വഅജ്റു മൻ അമില ബിഹാ. മൻസന്ന എന്ന് പറയുമ്പോൾ ഇപ്പൊ ഉള്ളത് തന്നെയാണെങ്കിൽ മൻസന്ന എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതെല്ലാം പണ്ട് ഉസൂല് വരുന്ന കാലത്തെല്ലാം പറഞ്ഞു പോയി. ഇപ്പം വായുമണ്ഡലത്തിനെവിടെങ്കിലും പിടിച്ചെടുത്തോ, ഒരുപാട് പഠിക്കാനുണ്ട്. ഇവിടെ കണ്ട അല്ലി കുന്തു ഫീഹിം വലം അകും മിൻഹും. ഫലമ്മാ നസല ബിഹിൽ അദാബ് പിടികൂടിയപ്പോൾ അസാബനി, അതെനിക്കും തട്ടിയതാണ്. അപ്പൊ ഞാനീ ഉത്തരവാദിയല്ല. പക്ഷെ മുഅല്ലഖുൻ അലാ ശഫീദ് ജഹന്നം, ജഹന്നമിന്റെ ബക്കത്ത് എന്നാണ് പിടിച്ച് നിർത്തിയിട്ടുണ്ട്. ലാ അദ്രി അൻജു മിൻഹാ അം ഉകബ്കബു ഫീഹാ, ഞാൻ അതിലേക്ക് വീട് പോകുമോ അല്ല രക്ഷപ്പെടുത്തപ്പെടുമോ എന്നുള്ള പേടിയിലാണ് ഇപ്പോൾ ഉള്ളത്. ബക്കത്ത് നിൽക്കുന്നുണ്ട്. നാളെ വെക്കാം. സമയം കുറേ